ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു 45 മിനിറ്റ് ദൈവസന്നിധിയിൽ എന്റെ ഭാഷയിൽ പറയാൻ ദിവസം സഹായിച്ചു. പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുമോ? എനിക്കൊന്ന് സിസ്റ്റർ ജോലിയിലായതുകൊണ്ട് ഇടയ്ക്ക് പോകേണ്ടതായിട്ട് വരുവേ. പാസ്റ്റർ ഒരു 45 മിനിറ്റോളം നമുക്ക് ദൈവസന്നിധിയിൽ എന്റെ ഭാഷയിൽ പറയാൻ ദിവസം സഹായിച്ചു. ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്ന് ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഡെയിലി ഒരു 10-20 മിനിറ്റെല്ലാം അന്യഭാഷകൾ പറഞ്ഞ് നമ്മൾ ദിവസത്തിൽ ഇരിക്കണം. പൗലോസ് പറഞ്ഞത് അങ്ങനെയാണ്. അതാണ് പൗലോസ് പഠിപ്പിക്കുന്നത് നമ്മളെ. ഹല്ലേലൂയ. നിഭാഷകൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ബലം കൂടത്തേ ഉള്ളൂ, ബലം കുറയത്തില്ല ഒരിക്കലും. Praise God, praise God, praise God, praise God. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. ഈ അല്പസമയം ദിവസം ഇരിക്കുമ്പോൾ ഇപ്പം കർത്താവിനോട് പറഞ്ഞത് 3-4 കാര്യങ്ങൾ പറഞ്ഞത് ഓർപ്പിച്ചിട്ട് നമ്മുടെ വചനത്തിലോട് പ്രവേശിക്കാം. I'll remind you what the 3-4 things the Lord spoke to me with. ഒരു ഹീലിംഗിന്റെ ഒരു അനോയിന്റിങ് ഇതിന്റെ അകത്ത് ഒഴുകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു. രണ്ട്, ദൈവം പറയുന്നത് അസ്ഥികൾ ജീവിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? അതായത് ഒരുപാട് അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികളുണ്ട് ഇതിനകത്ത്. ആത്മാവ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കും മാത്രമേ ജീവിക്കത്തുള്ളൂ. കർത്താവ് ചോദിക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ? But the question is, will this dry bones live? One of the works of the Holy Spirit come, the dry bones come to life, and the question is, will and can these dry bones live? അസ്ഥികൾ ജീവിക്കണം. നമ്മൾ തന്നെ സംസാരിച്ചെങ്കിൽ അസ്ഥികൾ ജീവിക്കത്തുള്ളൂ. നമ്മൾ തന്നെ പ്രവചിക്കണം. അസ്ഥികളുടെ ഈ ബോൺ അല്ലെങ്കിൽ ചത്ത് കിടക്കുന്ന അസ്ഥികളിലായിരിക്കും നമ്മൾ തന്നെ പ്രവചിക്കണം, എങ്കിലേ ജീവിക്കത്തുള്ളവർ. The dry dead bones will only live if you and I speak to the bones. We have to speak to the dry dead bones. Then only the dry dead bones will live. നമ്മൾ ഓർക്കുന്നത് നമ്മളുടെ ഈ മാനുഷികമായ അസ്ഥികളാണ്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് അസ്ഥി പോലെ കിടന്നാലും, എന്തും ജീവിക്കാതെ കിടക്കുന്നിടത്ത് നമ്മൾ പ്രവചിക്കാൻ ജീവിക്കും. Amen. I think it's all we're talking about physical human bones. No. What it means, whatever is dead, decaying and dried in your life, whatever be the condition, speak to the dead, dried, decayed situations, circumstances in any part of your life, the bones will come to life. നിങ്ങളുടെ ബോഡി ചത്ത് കിടക്കുവാണെങ്കിൽ നിങ്ങൾ ബോഡിയോട് സംസാരിക്കും. നിങ്ങളുടെ കണ്ണുകൾ ചത്ത് കിടക്കുവാണെങ്കിൽ കണ്ണിനോട് പറഞ്ഞു. നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങൾ ചത്ത് കിടക്കണം, അതിനോട് പ്രവചിക്കണം. ഇനി നിങ്ങളുടെ എന്ത് മണ്ഡലം, അതിപ്പോൾ ഇപ്പൊ നമ്മൾ ഏത് മണ്ഡലവും നമ്മൾ അതിനോട് പ്രവചിക്കുക, അപ്പോൾ അത് ജീവിക്കുക. So the principle is whatever the arena or the circumstance of life, it will be your spiritual life, whether it's your business, whether it's your eyes are not working, your body is not working, what your marriage, your children, whatever be the arena, whatever be the scope of your life, you have to speak to that and it will live. The dry bones will live. അന്ന് പ്രവാചകനോട് ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ആ പ്രവാചകൻ പറഞ്ഞത്, ദൈവമേ നിനക്ക് മാത്രം അറിയാവുള്ളൂ. So when Ezekiel was asked the question, will this bones live? And Ezekiel said, oh Lord, you know. പക്ഷെ ഇന്ന് നമുക്ക് പറയാൻ പറ്റും, യേശു നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നമുക്ക് എസെക്കിയേലിനെക്കാളും കൂടുതൽ വിശ്വാസമുണ്ട്. നമ്മൾ പറയും കർത്താവേ ജീവിക്കും. Because Jesus has taught us and he has given us the പാസ് ഔട്ട് ആയിരുന്നു.
പക്ഷെ എനിക്ക് ജോലിയില്ല, ഞാൻ വരട്ടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ സിസ്റ്റർ ഒന്ന് തുടങ്ങി. We know more than is secure, and we will live if we speak the bonds. നമുക്ക് ഇന്ന് യേശു കംപ്ലീറ്റ് അധികാരം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന് തന്നിട്ടുണ്ട്. അപ്പൊ എസെക്കിയേലിന്റെ അത്ര ഡൗട്ട്സ് പോലും നമുക്കില്ല. ആക്ച്വലി നമുക്ക് ഫുൾ വിശ്വാസം വേണം. So we should be full of, because Jesus has given his word, his spirits and authority. So we should be full of faith and we should speak. There should be no doubt. പക്ഷെ ഇന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണും. പക്ഷെ അത് മാറ്റണം നമ്മുടെ ജീവിതത്തിൽ നിന്ന്. We have the habit of crying and for every situation begging and crying. We should change the way we address. ഇങ്ങനെ നമ്മൾ ഈ ഭിക്ഷക്കാരെ പോലെ ഇരിക്കുന്ന കർത്താവ് എന്നെ കാണിക്കും. ഭിക്ഷക്കാരാന്ന് പറയുന്നത് ദൈവമക്കൾ ഭിക്ഷക്കാരെ, അങ്ങനെ പറയുന്ന കർത്താവ് ദൈവമക്കൾ ഭിക്ഷക്കാരായിരിക്കും കർത്താവ് പറയുന്നത്. Notice we act like beggars. We speak and we look and we act like beggars. We are not, but we act like that. ഈവൻ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനാ? ആരെയും വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിനെ വിളിക്കും, അല്ലെങ്കിൽ ഈവൻ ഫുൾ ടൈം ഫാസ്റ്റേഴ്സ് പോലും ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ആർക്ക് പണമുള്ളവരാണ്, അവരോട് ചോദിച്ചാൽ കിട്ടും, അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷെ അതല്ല ആക്ച്വലി കർത്താവ് ഇന്നലെ എന്നോട് പറഞ്ഞു, അതല്ല വേണ്ടത്. So there's a crisis, a financial crisis in our lives. We think of who can I borrow the money, which financial institution, which bank. Not only that, even men of God, the first thing when they have lack of money, think who they look for the richest person or who can I get the money from. The Lord said that is not the way to handle a crisis. That is not the way. ചില പാസ്റ്റേഴ്സ് വിളിച്ച് കരയാറുണ്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. എനിക്ക് അവരോട് സഹതാപം തോന്നാറ്. കാരണം അവരെ ഫുൾ ടൈം വിളിച്ചത് ആരാണ്? യേശുവല്ലേ, ഞാനല്ലല്ലോ വിളിച്ചത്. മീൻസ് കർത്താവിന് അവർക്ക് വിശ്വാസമില്ല, അവർ മനുഷ്യനിൽ ആശ്രയിക്കുന്നു ഇപ്പോഴും. Pastors, they are in full-time ministry. They run an income and they call me and I talk about their financial difficulties. I have compassion for them. It is not I who called them, it is God who has called them. And what they are saying is they don't have faith in the God who has called them into the work of God. അവർ വചനം പ്രസംഗിക്കുന്നുണ്ട്, അവർ യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് വിശ്വാസം സീറോ ആണ് അവരുടെ ജീവിതത്തിൽ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സീറോ ആണ് വിശ്വാസം. They preach God, they do this for God, and they are in the ministry of God, but their faith is actually, they don't have any faith. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ മനുഷ്യരിൽ ആശ്രയിക്കും. അവരവരുടെ ആവശ്യങ്ങളെല്ലാം സഭയെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവമക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പണമുള്ളവരോടെല്ലാം സംസാരിക്കും. പക്ഷെ ആദ്യം കർത്താവിനോട് സംസാരിക്കണം. കർത്താവാണ് അവരുടെ ഹൃദയത്തെ ഇടപെടേണ്ടത്. So it is when we have a crisis, we talk to other people in church to and people who have money. No, we should not be airing our problems and crying our problems or lack to people, but we should be speaking to the Lord. ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊരു പേപ്പർ പേൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കർത്താവിനെ വിളിക്കണം. കർത്താവ് യേശു ഇങ്ങ് വരണം, പരിശുദ്ധാത്മാവെന്ന് വന്നാലും ഇതാണ് എൻ്റെ കണക്കുകൾ, ഇതാണ് ഇത്രയും കണക്കുകൾ, എനിക്ക് ഇത്രയും പൈസ എനിക്ക് വേണം ഈ മാസം. നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ യേശുവിൻ്റെ കാര്യങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾക്ക് മിറക്കിൾസ് കാണാൻ പറ്റും. So what you do is get a pen and a paper or your tablet, whatever, you write down your budget and you write, Lord, these are my needs for this time and season. So Holy Spirit, I invite you, Lord Jesus, I invite you, please supply the needs and the lacks in my life. When you start praying and asking God, you will see miracle after miracle opening in your life. You will see the hands of God more He has. നിങ്ങളുടെ ബില്ലുകൾ എടുത്ത് നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ട് നിങ്ങളുടെ ബില്ലുകളോട് കൽപ്പിക്കും, യേശുവിന്റെ നാമത്തെ ബില്ലുകൾ ഈ മാസം തന്നെ അടച്ച് ഇതിന്റെ ഈ ബില്ലുകൾ അടച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നിങ്ങൾ ബില്ലുകളോട് കൽപ്പിക്കുക. You gather all your invoices, your bills, and all your expenses, and you speak to your expenses, your invoices, your bills, and your receipts of be paid off, be removed, and you receive the invoice, the bills will get paid. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പറയും, യേശുവിന്റെ നാമത്തിൽ ഇതിന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. You get all your store cards, your credit cards, your creditors, and say, I cancel all this credit card in the name of Jesus, and all of a sudden you'll see all these credit cards will get paid off in the mighty name of Jesus. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ അസ്ഥികൾ ജീവിക്കുമോ? തീർച്ചയായിട്ടും ജീവിക്കും. ഈ അസ്ഥികൾ Will these bones live?
in the name of Jesus. That is the question. So we pray in the name of Jesus. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് അസ്ഥികൾ, ജീവിക്കാത്ത എന്ത് അസ്ഥികളുണ്ട്, ജീവിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ സംസാരിക്കും, പൂർണ്ണമായിട്ട് ജീവിക്കുക. So we should have faith that whatever is dead, decaying in our life, whatever be the condition, whatever be the, so we have to speak to the bones that are dead, dried and decaying, and the bones will come to life in the name of Jesus. അടുത്ത കർത്താവിനോട് സംസാരിച്ച്, കോഴി അടയിരിക്കുന്ന പോലെ നിങ്ങൾ ചില വിഷയങ്ങളിൽ ഇരിക്കുകയാണ്, നിങ്ങൾ മാറാതിരിക്കാൻ കർത്താവ് പറയുന്നത്. And then the second thing, sometimes in the olden days, where the grandma would put the eggs under the chicken, and the hen would hatch the egg. You have to sit over your problem with the Lord, and you brood over it, and then you brood over it. The thing will be so. കർത്താവ് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ പ്രാർത്ഥനയോട് ഇരിക്കുക, അത് വിരിഞ്ഞു വരുമെന്ന് കർത്താവ് പറയുന്നത്. It is more to sit in faith in the presence of God that it will hatch. Be solved, and the answer will hatch and will come to life. അടുത്തത് ഇവനെ കാണിച്ചത് ഒരു കുഷ്ഠരോഗി യേശുവിന്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വിരലുകളൊക്കെ പകുതി അറ്റുപോയതാണ്. കർത്താവിനോട് പറയാണ്, കർത്താവ് ഈ കുഷ്ഠരോഗം എന്നെ സൗഖ്യമാക്കണം. ഇവിടെ ആരോ കുഷ്ഠം ബാധിച്ച രീതിയിൽ, മീൻസ് ഞാൻ ഫിസിക്കൽ അല്ല പറയുന്നത്, കുഷ്ഠം ബാധിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാക്കാൻ റെഡിയാ നിൽക്കുക. The thing I saw, a leper standing before Jesus, his fingers are all stumped or gone with, but they asked Jesus to heal somebody in this group whose life is equivalent to a leper. Leprosy has come into your life. Everything looks, you're shut down like a leper, but Jesus wants to heal, and God wants you to heal. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഈ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അവയവങ്ങളെല്ലാം മുറിഞ്ഞു പോകും. So when you have leprosy will eat into your flesh and bones, and body parts will start to cut off, and it will fall off. ലെപ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വിരൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു വിരൽ വന്ന് എലി കടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. When you have leprosy, you lose your sense of, you will have no sensation, you have no feeling. Even if a rat comes and eats your hand, you will not, because you have no feeling in your body. അപ്പൊ അതുപോലെ അവസ്ഥയിലിരിക്കുന്ന ആരും ഇതിന്റെ അകത്തുകൊണ്ട് കർത്താവ് എന്ന് വിടുവിക്കാൻ പോവാ. There's somebody like that in your certain areas of your life, or some areas of your life, all areas of your life are like a leper. You have lost your feeling, but today God will come and deal with you and heal you and set you free. നിങ്ങൾ യേശുവിന്റെ അരികിലോട്ട് വാ, യേശു അത്ഭുതം ചെയ്യും. Please come to the Lord Jesus Christ, and the Lord Jesus Christ will do a miracle. പണ്ടത്തെ കാലത്തൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മുടെ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഓർക്കുന്നുണ്ട്, ഈ വീടുകളിലൊക്കെ കുഷ്ഠരോഗികൾ വരുമായിരുന്നു. വരുന്ന ഈ ഇത് വാങ്ങിക്കാൻ വേണ്ടി, ധർമ്മം വാങ്ങിക്കുവാൻ. I remember when I was a little boy, lepers would come to my house asking for alms. So I remember that the lepers used to come to our home. ഞങ്ങളുടെ എന്റെ പ്രത്യേകം വെച്ചാൽ ആര് വീട്ടിൽ വന്ന് ചോദിച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. My mother's nature was that whoever comes to our house for food, she would give food to everybody who comes to our home. പ്രത്യേകിച്ച് കുഷ്ഠം നോക്കത്തില്ല, അല്ലെങ്കിൽ പറമ്പിൽ കിളക്കുന്ന ആളെ നോക്കത്തില്ല, ആരായാലും ശരി ഞങ്ങളുടെ തീന്മേശയിൽ അമ്മയ്ക്ക് കയറ്റിയിരുത്തി തീറ്റി കൊടുക്കും. Whoever it is, whether it be a leper or the worker who is working in the field or our property, my mother would put them on our dining table and feed them on our dining table. ഈവൻ കള്ളന്മാര് വന്നാലും, നിങ്ങൾ പാണ്ടികൾ വന്നാലും അമ്മ ടേബിളിൽ ഇരുത്തി അവർക്ക് ആഹാരം കൊടുക്കും. Even if thieves would, people from other states would come, they are robbers, but my mother would feed them on our dining table. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം, സ്നാനപ്പെട്ടൊക്കെ ശേഷം, ഞാൻ മിനിസ്ട്രി തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് വിശ്വാസിയാണ്. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് I got saved, and then I came home from Abu Dhabi. I came home. ഒരു കുഷ്ഠരോഗി വീട്ടിൽ വന്നു. A leper came to our home. അപ്പൊ ഇതുപോലെ തന്നെ സാധാരണ കൊടുക്കുന്നവരും അമ്മ ആഹാരം കൊടുത്തു. The same way my mother fed the leper. പക്ഷെ ഞാൻ ആ കുഷ്ഠരോഗിയുടെ സുവിശേഷം പറഞ്ഞു. But they preached the gospel to the leper. ഞാൻ പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ, യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ നീയും സൗഖ്യമാവും. I said, when Jesus was alive on earth, he healed the leper, and Jesus is the same, and Jesus will heal you. Jesus will heal you. I told the leper. ഈ ജീസസ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് കെട്ടിപ്പിടിച്ച സൗഖ്യമാക്കി എന്ന് പറയുന്നത്. അതായത്
കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ ആരും അടുപ്പിക്കാത്ത വ്യക്തികളാണ്, ആരും തുടത്തു പോലുമില്ല, അവർ എന്താണ് പാപികളാണ്, അവരെ ശപിക്കപ്പെട്ടവരാണ്. എന്നാൽ കർത്താവിൻ്റെ ഇരിക്കുന്ന കുഷ്ഠരോഗികളെല്ലാം കർത്താവ് കെട്ടിപ്പിടിച്ച സൗഖ്യമാക്കിയത്. In the Jewish culture, the lepers are yes, the leper cannot come near you, nobody touches the leper, but whosoever came to Jesus, Jesus touched them and Jesus healed them. പക്ഷെ എനിക്ക് പേടി ദൈവത്തോട്, എന്നാലും ഞാനങ്ങ് പ്രാർത്ഥിച്ചു. I was afraid to touch this leper, so I stood away from him, but I prayed to the Lord to heal him. ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 3-ാമത്തെ ആഴ്ച ഞാൻ തിരിച്ചു പോരുന്നതിൻ്റെ ഏകദേശം 2-3 ആഴ്ചക്ക് മുന്നേ, അത് നാട്ടിൽ 1-2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്നു. So maybe 2 or 3 weeks I was in Kerala 3 weeks. After 2-3 weeks, this leper came back to my home. എനിക്ക് കാണാൻ പറ്റുന്ന കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, മീൻസ് അതിന്റെ ഒരു ഹീലിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ബോഡിയിൽ. I saw the leper's body was being repaired, being restored. His leper's body was being healed. അസ്ഥികൾ ജീവിക്കും, നമ്മൾ പ്രവചിച്ച ജീവിക്കും. My brother, my sister, the dead, dry bones, it will live. The dead, dry bones in your life, what will be the condition? It will live. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഷ്ഠം പിടിച്ച അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ അത് തീർന്നു എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ പോവാം. But you are saying life is like the leper, everything has come to an end, my life is finished. But the Lord is saying, I am in the name of Jesus, that we are saying, no, you will not die, your life will not be finished, but today your life will start to live, come to live. അടുത്ത കർത്താവിനെ കാണിച്ചത് നിങ്ങൾ പവർ ഓഫ് ഗോഡിനെ, അതായത് കരടിയെ നിങ്ങൾ കീറുന്ന ഒരു ശക്തി ദൈവം തരും. Then the Lord told me he showed me the power of God coming, that you have power and strength to rip apart a bear. ബെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഒരു മനുഷ്യനേക്കാളും എത്ര ഡബിൾ വലിപ്പമുള്ള സാധനമാണ്. എത്ര പൗണ്ടെന്ന് എനിക്കറിയത്തില്ല, അതുപോലൊന്നും മൽപ്പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നത് അതിനെ കീറാനുള്ള ശക്തി, ആ ഒരു ദൈവിക ശക്തി നിങ്ങൾ വ്യാപരിക്കാൻ പോകും. The Lord is saying a bear is so powerful, taller and heavier, but Lord is giving you the power to wrestle and tear apart a bear. അതായത് ആ ദൈവശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആ ഒരു കരടിയെ പോലിരിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കമുള്ള ഒരു ദൈവശക്തി നിങ്ങൾ വ്യാപരിക്കാൻ പോകും. What it means is that there are demonic powers, principalities, powers, rulers of darkness, strong as a bear. But God is going to equip you, anoint you to destroy the demonic power that is strong as. ഇനി റിയൽ കരടി നിങ്ങളുടെ മുന്നിൽ വന്നാലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ അതിനെ തകർക്കാൻ പറ്റും. Even if a real live bear comes to you, you can destroy that real live bear like David. You can destroy by the power of the Lord. അതാണ് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ. That is the power of the Holy Spirit. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് ഈ 45 മിനിറ്റിൽ നമ്മൾ അന്യഭാഷകൾ പറയുമ്പോൾ സംസാരിച്ചത്. These are the things God spoke to me when we were praying the 44-45 minutes in tongues. അടുത്ത നമ്മൾ വചനത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അതിന് നമ്മളൊരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് കൊണ്ട് പറഞ്ഞ ശേഷം നമ്മൾ ഈ വചനം നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിലും സോളിലും അത് റിസീവ് ചെയ്യണം. അതിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ അതിന് ശേഷം കുറച്ച് സമയം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അന്യഭാഷകൾ പറയും. Now we are going to listen to the word, and then after the word is preached, we pray for 20 minutes to receive the message into our spirit, soul and body. ഹല്ലേലൂയ. അവിടെ മെസ്സേജ് നിങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുക. അതിനുശേഷം നമ്മൾ അന്യഭാഷകൾ പറഞ്ഞ് അതിൻ്റെ അകത്ത് വിടുതലും പ്രാപിക്കുക. So hear the word, Hebrew, understand that you then pray, then your deliverance will manifest. കർത്താവ് പറഞ്ഞ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ സബ്ജക്റ്റ് ഇതാണ്, വാട്ട് ഈസ് എ ഡിവൈൻ ഹീലിംഗ്സ്. അതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് എ ഡിവൈൻ ഹീലിംഗ്സ് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ലൈൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. വേറെ ലൈൻ വരുന്നുണ്ട്. ഇല്ല, ഇടയ്ക്ക് പോകുന്നുണ്ട് പാസ്റ്റർ ലൈൻ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. പാസ്റ്റർ ബിസിയാണെങ്കിൽ ഷീന സിസ്റ്റർ ഏൽപ്പിക്കാം നമുക്ക്. പാസ്റ്റർ എന്തോ ലൈൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. എല്ലാം പറഞ്ഞ ലൈൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് പാസ്റ്റർ. അപ്പൊ ഈ പറഞ്ഞു വന്ന് മറ്റുപോയി. ഡിവൈൻ വാട്ട് ഈസ്
എന്തോ വിഷയം എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് ദ ഡിവൈൻ ഹീലിംഗ്സ് അതാണ് നമ്മൾ സംസാരിക്കാൻ മതി. ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, when we read the word of God, we see here ഒരുത്തിന് ആത്മാവിനാ ജ്ഞാനത്തിന്റെ വചനവും, one person is given the spirit of wisdom, മറ്റൊരുത്തിന് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനവും, one is given a spirit of wisdom, another understanding, മറ്റൊരുവൻ അതേ ആത്മാവിൽ വിവേചനം, the same spirit gives the gift of discernment, മറ്റൊരുവന് പലവിധ ഭാഷകള്, another is given a gift of multiple tongues or various tongues, മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം, another is given the gift of interpretation of tongues. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്, the Holy Spirit is writing here. രോഗശാന്തികളുടെ വരം. Paul writes like this: gifts of healings, gifts of healings. നമ്മൾ സാധാരണ പറയുന്നത് ഹീലിംഗ് അല്ലെങ്കിൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. പക്ഷേ പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹീലിംഗ്സ് എന്നാണ്. So usually when we say the Lord will heal you, the Lord, we say it's healing, but the actual Greek, it is plural. It's gifts and it's healings. അപ്പൊ നമ്മളിവിടെ കാണുന്ന യേശുവിന്റെ പരസ്യകാല ശുശ്രൂഷയില് Jesus Christ, ഈ കഷ്ടപ്പാടിന്റെയും പാപത്തിന്റെയും ഫലങ്ങളാലും പരാജയപ്പെടുത്തുവാൻ ദൈവഭരണം വന്നിരിക്കുന്നുവെന്ന് അവന്റെ അത്ഭുതങ്ങൾ തെളിയിച്ചു. അതായത് കഷ്ടപ്പാടിന്റെയും പാപത്തിന്റെയും തകർക്കുവാൻ വേണ്ടി കർത്താവ് വന്നു. Jesus Christ has come to destroy the power of darkness and all suffering. That is the reason Jesus came. കർത്താവ് പലരെയും സൗഖ്യമാക്കുന്നത് കാണാൻ പറ്റും. You can see Jesus healing many people. അവരുടെ വിശ്വാസം കണ്ട് രോഗശാന്തി അവർ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. You can see Jesus saw their faith and healed them. അവരുടെ വിശ്വാസം കണ്ട് പലപ്പോഴും സൗഖ്യമായിട്ടുണ്ട്. And Jesus saw their faith and Jesus healed many. അതുപോലെ തന്റെ ശിഷ്യന്മാർക്ക് യേശു സുവിശേഷം പ്രസംഗിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാനൊക്കെ അധികാരം കൊടുത്തു. We see in the Gospel of Matthew and Jesus gave power to his apostles to heal the sick and preach the gospel. അവർ രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരം കൊടുത്തു. That Jesus gave the apostles, his disciples, the authority and power to heal all. അവിടെ ആദ്യം 12 പേരെ, പിന്നെ അവർ 70 പേർ കൊടുക്കാനിടയായി. He first anointed the 72 പേർ കൊടുക്കാനിടയായി. Then he anointed the 12, then he anointed the 70 or the 72. നമ്മൾ കാണുന്നുണ്ട് പത്രോസും പൗലോസും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി കാണുന്നു. We can see the apostle Paul did miracles. പത്രോസ് ദൈവാലയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം മുണ്ടനായ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. We can see Peter saying, in the name of Jesus, rise up and walk. The lame is walking. എന്നാൽ സഭയെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്നത് രോഗശാന്തികളുടെ വരങ്ങൾ. When Paul is elaborating the gifts of the Spirit is to edify and build the church, and he says gifts of healings. അപ്പം രോഗശാന്തികളുടെ വരം എന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The gifts of healings. നമ്മൾ എപ്പോഴും പറയുന്നത് ഹീലിംഗ് എന്ന്, പക്ഷെ രോഗശാന്തികളാണ്. അതാണ് യേശു ചെയ്തത്. We usually say healing, but it is the beings. യേശു ചെയ്തത് സ്പിരിറ്റിനെയും സോളിനെയും നമ്മുടെ ബോഡിയെയും സൗഖ്യമാക്കി. Jesus heals the whole man, the spirit, the soul, the body. He heals the whole man. ആ പവർ തന്നെയാണ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം. The same power Jesus used to heal, that same power has been transferred and given to the church to us. പക്ഷെ പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് ബോഡിക്ക് മാത്രമേ ഹീലിംഗ് ഉള്ളെന്ന്. Sometimes we misunderstand and we think only our physical body is healed and the spirit and soul is not healed. We think the physical body is healed. നമ്മൾ വായിക്കുന്നു 1 പത്രോസ് 2:24 യെശയ്യാ 53:5 ഒക്കെ വായിക്കുന്നുണ്ട്. രോഗശാന്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു കൂടുതലും. Isaiah 55 and 1 Peter 2:24 says, by his stripes we are healed. We think it is physical healing.
നമ്മുടെ വായിക്കും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശു മുറിവേൽക്കപ്പെട്ടു. He was wounded for our transgressions. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. He was destroyed because of our iniquities. നമ്മുടെ സമാധാനം നൽകിയ ശിക്ഷ അവന്റെ മേലായി. The chastisement of our peace was upon him. അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. By his stripes we were healed. ഇവിടെ സൗഖ്യം ലഭിച്ചു എന്ന വാക്ക് സാധാരണ നമ്മൾ പ്രയോഗിക്കുന്നത് ഈ ഭൗതിക അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ സൗഖ്യത്തിനാണ്. Usually when we use the healing, we think about the physical body and the physical body got healed. എന്നാൽ യെശയ്യാ 53 1 പത്രോസ് 2 നമ്മൾ ആഴങ്ങൾ പഠിക്കുമ്പോൾ, If you study into Isaiah 53:5 and 1 Peter 2:24, ഇത് ശാരീരികമായ വിടുതൽ മാത്രമല്ല യേശു നമുക്ക് വേണ്ടി ചെയ്തത്, ഇത് ആത്മീയമായ വിടുതലും കാണിക്കുന്നു. it's not only the physical man, but there's a spiritual healing. നമ്മളെ പറയുന്നു പാപങ്ങൾ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ മരത്തിന്മേൽ വഹിച്ചു. He carried on the tree on his own body our sins, that we might lead to righteousness. അതുകൊണ്ടാണ് അവിടെ അതുകൊണ്ടെന്ന വാക്ക് ചേർക്കുന്നതിൽ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. And by his stripes we are healed. It is continuing. അപ്പൊ 1 പത്രോസ് 2:24 ഈ വചനം പാപത്തെയും നീതിയെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. Forgiveness or remission of sins leading to righteousness. അപ്പൊ രോഗശാന്തിയെ കുറിച്ച് മാത്രമല്ല. It is not be talking about by his stripes we are healed. It is connected. അപ്പൊ ഇവിടെ സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞാല് ഇവിടെ പാപമോചനം ലഭിക്കുകയാണ്. When we are saying we are healed, we are also receiving forgiveness of sins. ഇവിടെ രക്ഷ പ്രാപിക്കുകയാണ്. Not only healing, that we are being saved. There is salvation. അപ്പോൾ ഇവിടെ സൗഖ്യം നടക്കുന്ന നമ്മുടെ രക്ഷയും നമ്മുടെ സ്പിരിച്വൽ മണ്ഡലങ്ങളാണ് കൂടുതൽ സൗഖ്യം നടക്കുന്നത്. There's more inner healing or spiritual healing. അതിനുശേഷമാണ് നമുക്ക് ബോഡി ഹീലിംഗ്സ് വരുന്നത്. The first part is the saving of the spirit, then the physical body. യേശു കാൽവരി തകർക്കപ്പെട്ട് അവൻ തന്റെ ശരീരം മുഴുവൻ മുറിവേറ്റത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങളെ ഹീലാക്കുകയാണ്. Jesus was bruised on the to get the forgiveness of our sin and the remission of our sins. നമ്മുടെ സോളിനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. It is also to bring wholeness and healing. നമ്മുടെ തോട്ട്സിനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. To heal our thought process. നമ്മുടെ ബോഡിയെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. To heal our physical bodies. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കണം. ഈ വാക്യങ്ങൾ ഇതിന്റെ അകത്തെല്ലാം സംഭവിക്കണം. All three has to happen: forgiveness of sins, healing of the soul, and healing of the body. The total salvation has to happen. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ നമുക്കുള്ള ഉറപ്പ് ഇതാണ്, നാം അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. This is what John says, what we ask according to the will of God, he will hear our petitions, he will answer our petitions. അതുകൊണ്ട് നാം ചോദിക്കുന്നതെല്ലാം അവൻ നമുക്ക് തരുന്നു. That's why John says, whatever we ask according to his will, he will answer and give our petitions. അപ്പൊ ദൈവം 5:14-15 യോഹന്നാൻ, ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 1 John 5:14-15, God is doing and healing our prayers and healing our. ദൈവം എന്നും ആളുകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. God is healing people even now at this moment too. എന്നാൽ രോഗം, വേദന, മരണം എന്നിവ ഈ ലോകത്തുണ്ട്. You have to know sickness, disease, pain and death. It is in this world. It is happening in this world. നമ്മുടെ ബോഡി സൗഖ്യമായാലും നമ്മൾ ഒരിക്കലും മരിക്കും. Even if our physical body gets healed, our physical body. പക്ഷെ യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് കൂടുതൽ സൗഖ്യം കിട്ടേണ്ടത് നമ്മുടെ പാപത്തെയാണ് സൗഖ്യം കിട്ടേണ്ടത്. By the stripes of Jesus, our spirit should be healed. നമ്മുടെ സൗഖ്യം പാപം അല്ലെങ്കിൽ നമ്മുടെ സോള് സൗഖ്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി സൗഖ്യമാകും. When our soul is healed, and it will come into the body, and the body also gets healed.
പല ക്രിസ്ത്യാനികളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ രോഗകാരണങ്ങൾ മരിക്കുന്നുണ്ട്. When we look at many saints, many believers, they die because of sickness or disease on their body. അവര് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. Many believers, many Christians die through accidents. അപ്പോൾ എല്ലാ രോഗങ്ങളും സൗഖ്യമാകത്തില്ല. Not all sickness may not be healed. എല്ലാ അപകടങ്ങളും നമ്മൾ ദൈവം വിടുവിക്കണമെന്നില്ല. It's not that God will deliver us from every accident or destruction. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിച്ചോണ്ട് എല്ലാ രോഗങ്ങളും സൗഖ്യമാകുന്നില്ല, എല്ലാത്തിലും ദൈവം വിടുവിക്കുന്നില്ല. We have to see whether not all accidents are stopped or all sickness disease stopped. അപ്പൊ അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് സൗഖ്യമാക്കണം വേണ്ടിയെന്നുള്ളത്. It is God's will or desire whether to heal or sick. ഹല്ലേലൂയ. അത് ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ത് വേണം ചെയ്യുവാൻ. God has full authority, God has full rights to do what He wants, He decides. അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. The Holy Spirit does that. ഹല്ലേലൂയ. അപ്പൊ അന്തിമമായി പറഞ്ഞാൽ സ്വർഗത്തിലാണ് നമുക്ക് പൂർണ്ണമായ ശാരീരിക സൗഖ്യം. In the totality and the finality of all things, we are totally and completely and perfect. അവിടെ വേദനയോ രോഗമോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഇല്ല. In heaven there is no sickness, no sorrow, no pain, no death. അവിടെ മരണമില്ല. And there is no death in heaven. അതുകൊണ്ട് ഈ ലോകത്ത് ദൈവം നമുക്ക് ശാരീരികമായ സൗഖ്യം തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് യേശുവിനെ ആശ്രയിക്കണം. Even if we don't receive it, the healing is not manifested. We should still rely and live on Christ. നമ്മുടെ പ്രത്യാശ സ്വർഗമല്ല, യേശുവാ. Our hope is Jesus. Our hope is Jesus, not going to heaven. എല്ലാവരും പറഞ്ഞ് ഞാൻ നിത്യതയെക്കാളും കൂടുതൽ യേശുവാ. നമ്മൾ യേശുവിനെ കാണാനാണ് പോകുന്നത്. Everybody talks about eternity. I'm going into eternity, but we are going to see Jesus. നമ്മൾ യേശുവിനോട് വസിക്കുവാൻ, യേശുവിന്റെ കൂടെ നടക്കുവാനോട് പോകുന്നത്. We are going to heaven to be with Jesus and to walk with Jesus. അതാണ് വെളിപ്പാട് പുസ്തകം 21-4 പറഞ്ഞത്. യേശുവാണ് അവരുടെ കണ്ണുകളെ തുടയ്ക്കുന്നത്. In Revelation 21:4, it says Jesus wipes away all their tears. നമ്മൾ സ്വർഗമല്ല നമ്മുടെ കണ്ണുകളെ തുടയ്ക്കുന്നത്. It is not heaven that wipes our tears, it's the hands of ഇനി Jesus. മരണം അവിടെ ഉണ്ടാകുകയില്ല, വിലാപവും നിലവിളി അവിടെ ഉണ്ടാകുകയില്ല. And there will be no more sorrow, no more pain. കാരണം പഴയതെല്ലാം കഴിഞ്ഞുപോയി. Because the old things have all passed away, it's all gone, it's all removed, the old things. ഹല്ലേലൂയ. അവന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ. So let us surrender today and now to the Lord. Praise God. മരണം എല്ലാവർക്കും ഉണ്ടാകാം. Death can happen to anyone. രോഗം എല്ലാവർക്കും ഉണ്ടാകാം. Sickness can happen to anyone. പക്ഷേ നമ്മളൊന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കർത്താവ് സൗഖ്യമാക്കുന്ന നമ്മുടെ പാപരോഗമാണ്. When we call upon the Lord, the first thing He forgives or removes is sin. രണ്ടാമതാണ് ബോഡി സൗഖ്യം. Then after the forgiveness of sin, the healing happens. എന്നാ ബോഡി സൗഖ്യമാകത്തില്ലെന്ന് വെച്ചാൽ സൗഖ്യമാവും. If you have the body will be healed. ചില സമയത്ത് സൗഖ്യമായില്ലെന്നിരിക്കും. Maybe the healing might not manifest. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം ഇതിനകത്തുണ്ട്. Faith plays a major role in our healing. ദൈവത്തിന്റെ വചനം ആക്ടിവേറ്റ് ആക്കുക നമ്മുടെ ഡ്യൂട്ടിയാണ്. And the word of God and put the word of God to work in our life. It is our responsibility. നമ്മൾ വചനം പിന്നെ റിപ്പീറ്റ് പറയുമ്പോഴാണ് അതിന്റെ അത് ശക്തി വ്യാപരിക്കുന്നത്. When we keep on speaking the word, commanding the word, releasing the word, meditating the word, the power and life of God will manifest itself. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഹീലിംഗ്സ് നടക്കുന്നത്. When faith increases and the healings will manifest. പാപങ്ങളിൽ മാനസാന്തരപ്പെടുവാണ് ഹീലിംഗ്സ് നടക്കുന്നത്.
when we repent from our sins, when we forsake our sins, healings will manifest. വചനം ധ്യാനിച്ച് വചന ശക്തി വ്യാപരിക്കുമ്പോഴാണ് ഹീലിങ്സ് നടക്കുന്നത്. We meditate and meditate on then we പരിശുദ്ധാത്മാവാണ് നമുക്ക് ഹീലിങ്സ് തരേണ്ടത്. the Holy Spirit that should manifest healings. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വചനം പറയാതെ തന്നെ സൗഖ്യമാകും പറയുമ്പോൾ സൗഖ്യമായിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അത്. Sometimes when without speaking the word, the command of faith, people get healed. That is God's will. പലപ്പോഴും നമ്മൾ വചനം പറഞ്ഞ് സൗഖ്യമാകുന്ന കണ്ടിട്ടുണ്ട്. വചനം പറഞ്ഞ് ചില മാസങ്ങളോടെടുത്ത് സൗഖ്യമായിട്ടുണ്ട്. People will keep on speaking their word for months and months, and the healing is manifest. ചിലർക്ക് ഒരു പ്രാവശ്യം വചനം പറഞ്ഞാൽ അന്നേരം സൗഖ്യമാവും. Some people, when they speak the word once, some of them are healed. ഇതെല്ലാം ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്. All how the healings manifest, it's all our Lord Himself. നമുക്ക് വിശ്വാസം ഉണ്ടാകണം. യേശുവിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കണം. യേശുവിനെ സൗഖ്യമാക്കും. Everything depends upon having blind trust. We should just blind without question, trust and have സംശയം ഉണ്ടാകാൻ പാടില്ല. There should be no doubt, no iota of doubt. വചനം പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. We should keep on speaking. നമ്മുടെ വായിലൂടെ വചനം പറയുമ്പോഴാണ് ആ വചനം നമ്മൾ കേൾക്കുന്നത്. When we speak the word with our mouth, the faith is released. We hear the word. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വചനം രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന് അതിൻ്റെതായ പ്രവർത്തി, അതിൻ്റെതായ ശക്തി വ്യാപരിക്കുന്നു. രണ്ട് നമ്മൾ ആ വിശ്വാസം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. So there are two processes when we meditate the word, when we speak the word. First, the word is released. Second, our own faith increases because faith comes by hearing the word of God. So when we speak the word, our faith increases. അപ്പൊ ആ വചനം ചെന്നിട്ട് ആ രോഗിയെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. And the word itself will go into the person and heal the person they are speaking. The word goes and heals them. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മിനിഞ്ഞാന്നെങ്ങാണ്ട് കർത്താവ് വെളുപ്പിനെ വെന്തിരിക്കാൻ വരുവാനിടയായി. Either yesterday the Lord came to me early morning in the dawn. കർത്താവിനോട് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു. The Lord said, behold, I stand outside the door. അപ്പൊ ഞാൻ കർത്താവേ വാതിൽക്കൽ നിൽക്കുന്നത് എന്തുവാ? I asked, Lord, why are you standing? ഡോറിന്റെ വാതിൽക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാതിൽക്കൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വാതിൽക്കലെത്തി. അതാണ് വേർഡ്, വാതിൽക്കലെത്തി. He said, I have reached to the doorstep. I have come to the door. വാതിൽക്കലെത്തുക എന്ന് പറയാൻ എന്റെ വീട് ഞാൻ കർത്താവിന് എപ്പോഴും തുറന്നിട്ടിരിക്കുക. പക്ഷെ വാതിൽക്കലെത്തുക എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് മീനിങ് ദൈവം പറയാനിടയായി. My house is open to the Lord all the time, but He gave me two revelations. What does it mean? I have come to your door. That means ഒന്ന്, യേശുവിന്റെ വരവ് വാതിൽക്കലെത്തിയിരിക്കുക. First thing is that the second coming of Jesus is imminent. We are close to the second coming of Jesus. രണ്ട്, സഭയുടെ വാതിൽക്കൽ ദൈവം എത്തിയിരിക്കുക. സഭ ആരും തുറന്നു കൊടുക്കുന്നില്ല. The second day, He says He is standing outside the door of the heart of the believers, but the believers are not opening their heart. കർത്താവ് എന്ന റിവലേഷൻ ഇതാണ്. നിങ്ങൾ ഭവനത്തിനുള്ളിൽ ഭയങ്കര നോയിസാണ്. നിങ്ങൾ അടിച്ചു പൊളിച്ച് പാട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര നോയിസാന്ന് പറയും. ഒരു പാർട്ടി നടക്കുവാണ്. ഒരാൾ നിങ്ങളുടെ ഡോറിന്റെ വെളിയിൽ വന്നിട്ട് കോളിംഗ് ബെൽ ഇല്ല നിൽക്കുവാണെങ്കിൽ അയാൾ നോക്കിയെന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ അറിയത്തില്ല. So, for example, you are having a celebration, a party in your house. Stands outside your main door, and you might not hear because the house inside the house, the noise is too loud. അപ്പൊ നമ്മളായിരിക്കുന്ന ഈ ഭൗതിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭൗതിക കൂടാരത്തില് ഒരുപാട് നോയിസുകൾ ഉണ്ടെങ്കിൽ കർത്താവ് സംസാരിക്കുന്ന, കർത്താവ് നിൽക്കുന്ന നമ്മൾ കേൾക്കത്തില്ല, കാണത്തില്ല. Our body is the temple of the Holy Spirit, but if we are having too much of noises and distractions, then the still small voice of God is speaking to us, we will not hear. അപ്പൊ നിങ്ങൾ വിശ്വാസികളുടെ പലരുടെയും ഭവനത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് വരുവാൻ ആഗ്രഹിക്കുവാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നോയിസ് മാറ്റണം. God wants to come into your life and interact and fellowship, but it is our job to remove the distraction, remove the loud noise and the small noise. It is our job to remove the noise. സഭയിൽ കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ സഭയുടെ നോയിസ് മാറ്റിയെങ്കിൽ മാത്രമേ കർത്താവിനോട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ.
wants to come into the house, but the church is distracted and the Lord cannot enter into the church. കാരണം സഭയ്ക്കകത്ത് ഇപ്പൊ മാനുഷികമായ നോയ്സുകൾ. There are so many human noises in the church itself, in the service. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി മാനുഷികമായ നോയ്സുകളാണ്. There are many noises in our house. അതുകൊണ്ട് ദൈവത്തിന് സൗഖ്യമാക്കുവാനോ ദൈവത്തിന് സംസാരിക്കുവാനോ സാധിക്കുന്നില്ല, പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. So because there's so much of clamor and loud sound and noises, it is not possible for the Lord to come inside. അവിടെ പകൽക്കാലം നമ്മൾ ആദ്യമേ എന്താണ് മാനസാന്തരത്തിലോട്ട് വരണം. The first step is that we should come to repentance. നമ്മുടെ പാപങ്ങളെ നമ്മൾ മനഃപൂർവ്വമായിട്ട് കൊല്ലണം, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. We should confess our sin and we should kill or forsake our sins. അതാണ് യേശുവിന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ പാപസൗഖ്യത്തിന് വേണ്ടി. Jesus Christ took our sins on his own body on the tree to forgive our sins and to heal us. രണ്ടാമത്തെ വിഷയമാണ് നമ്മുടെ ബോഡി സൗഖ്യം. The second part is by his stripes we are healed. നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് സൗഖ്യം തുടങ്ങും. If we repent and we walk in holiness, automatically the body will start to heal because we have forsook our sins, we have repented from our sins. ഞാൻ ഓർക്കുന്ന ഒരു ദൈവാസനെ പറ്റി ഓർക്കുന്ന അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിക്കാൻ വിളിച്ചു. I remember now, once upon a time, a man of God called me and asked me to pray for him. ഞാൻ അവിടെ ചെന്നു അദ്ദേഹത്തിനോട് എന്താ പാസ്റ്റർ വിഷയം? I came to his house and I said, man of God, pastor, what is your problem? പാസ്റ്റർ ഭയങ്കര ദൈവാലോചനയൊക്കെയുള്ള ആളല്ലേ, പാസ്റ്റർ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുക. എന്റെ പൊന്നു പാസ്റ്റർ, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അത് ടൈം എടുക്കും. പാസ്റ്ററുടെ കാര്യം പറഞ്ഞാൽ ഈസിയാ. He kind of challenged me. You are a man of God, you have discerning of spirits. Why don't you find out what my problem is? I said, sir, forgive me. That is true. What you said is true, but it is easier for me if you just tell me the problem. ഞാൻ പാസ്റ്റർ അറിയാം പാസ്റ്ററിന്റെ വിഷയം, അതൊക്കെ പറഞ്ഞാൽ ഈസി അല്ലേ. പിന്നെ ഞാനത് അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തറിയാം. എനിക്ക് സമയം കുറവാണ്, നിങ്ങൾക്ക് സമയം കുറവാണ്. Sir, my time is limited, your time is limited. We can both save our time if you tell me what exactly is your problem, what is the need for the. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് തലകറക്കുക, എനിക്ക് സൗഖ്യം വേണം. This man of God said, I am having dizziness, I need healing. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇതിനു മുന്നേ പാസ്റ്ററിന് സൗഖ്യം കിട്ടിയിട്ടുണ്ടോ? I asked him, sir, before this, have you ever received any healing before? പാസ്റ്റർ എനിക്ക് സൗഖ്യം വന്നതാ, പക്ഷെ വീണ്ടും അതിന്റെ ആ രോഗശാന്തി പോയി, അല്ലെങ്കിൽ ആ സൗഖ്യം പോയി. എന്തുകൊണ്ടാ? He said, I got healed once, or before then I lost my healing. Why? He said so. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, പാസ്റ്റർ എന്തുകൊണ്ടാ? അങ്ങോട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്തുകൊണ്ടാ? I re-questioned, what is the reason? Why did you lose? I asked him again. I repeated his question. ഞാൻ പുള്ളി അദ്ദേഹത്തിന്റെ കണ്ണിലോട് സൂക്ഷിച്ചു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ? ആത്മാവ് ചോദിക്കുന്നത് എന്തുകൊണ്ടാ പാസ്റ്റർ, പറയാൻ പറഞ്ഞു. The Holy Spirit is asking you, why did you lose your healing? I looked into his eyes and said, why did you lose your healing? അദ്ദേഹം എന്റെ മുഖത്തോട് കുറച്ച് നോക്കിട്ട് പോയി, പാസ്റ്റർ ഞാൻ അഡിക്ഷനിലോട്ട് പിന്നെയും പോയി. And he said, brother pastor, I went back to my old sin, I went back to my old addiction. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യമേ പാസ്റ്ററിനെ സൗഖ്യമാക്കിയത് എങ്ങനെ? ആ സിന്ന് പാസ്റ്റർ എന്താണ് റിപ്പന്റ് ചെയ്തു, അതിനുശേഷം ചെയ്യത്തുള്ള തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് രോഗശാന്തി കണ്ടു, കർത്താവ് സൗഖ്യമാക്കി അല്ലേ? Pastor, the first time you repented of that sin and you said, I will not do it, and you forsook that sin, and then the healing manifested and you got healed. എന്തുകൊണ്ട് വീണ്ടും ഒന്ന് ആവർത്തിച്ചുകൂടാ? Why can't you repeat the same process? Say, Lord, I am sorry, and forsake this, and why don't you repeat the same process? അദ്ദേഹം വീണ്ടും റിപ്പന്റ് ചെയ്തു. എന്റെ മുന്നിൽ തന്നെ റിപ്പന്റ് ചെയ്ത് തീരുമാനം, കർത്താവെ ഞാൻ ചെയ്യത്തില്ല. And right before me, he repented before the Lord and said, forgive me, I will not continue in this sin. അന്നേരം തന്നെ പാസ്റ്റർ എന്നെ ഇപ്പോൾ കർത്താവ് എഴുതി കാണിക്കുന്നു, ബി ഹീൽഡ് എന്ന് എഴുതി കാണിക്കും. യു ഹീൽ എന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് വന്നു. The pastor said, the Lord has opened my eyes right now. I can see. നീ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുമെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നീ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കാൻ ഞാൻ അത് എഴുതി കാണിക്കും. സൗഖ്യമായി ഹീൽ എന്ന് കാണിക്കുന്നു, അദ്ദേഹം എഴുതി കാണിച്ചു.
അപ്പൊ കർത്താവിനെ എഴുതി കാണിച്ച നിന്നെ ഞാൻ സൗഖ്യമാക്കി, നീ ഇപ്പോൾ തന്നെ സൗഖ്യമായി എനിക്ക് എഴുതി കാണിച്ചു തന്നു. കാരണം റിപ്പന്റ് ചെയ്തു, അദ്ദേഹം ആ ഹീലിങ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് എഴുതി കാണിച്ചു ഹീൽഡ് എന്ന്. When he repented, God healed him and the Lord told him that he is healed. ഞാൻ ഈ ഭാഷ തലകറക്കം ഉണ്ടോ എന്ന് എഴുതിട്ട് നോക്കാന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങ് ഇരിക്കുക കേട്ടോ, അദ്ദേഹം നടക്കാൻ പറ്റില്ല, തലകറങ്ങി ഇരിക്കുകയാണ്. അതാണ് എന്റെ ആ സ്ഥിതി. His condition was that he was always getting dizzy, so he couldn't walk, so he was sitting. Now I told the pastor, why don't you stand up and test yourself whether you are still getting dizzy or not? അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നു, ചാടുന്നു, ഒരു പ്രശ്നമില്ല. He began to rise, he began to walk, and he began to jump, and with no problems, with no dizziness. ഏകദേശം 4 വർഷമായിട്ട് അദ്ദേഹത്തിന് ആ രോഗം തീരാണ്ട് മടങ്ങി വന്നിട്ടില്ല. After 4 years, he's still healed, and the dizziness never came back. അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ ആ രോഗം സൗഖ്യമായിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? I asked the pastor, and pastor, the dizziness never came back to you. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞത്, പാസ്റ്റർ ഞാൻ ആ റിപ്പന്റ് ചെയ്യുന്ന പാപം ഒഴിവാക്കി ഇന്നുവരെ എനിക്ക് വന്നിട്ട്, പക്ഷെ ഞാൻ ആ പാപത്തിലോട്ട് വീണ്ടും പോകുവാൻ ശ്രമിക്കുമ്പോൾ 1-2 ദിവസം അതിൻ്റെ എന്താ പറയുക, ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ ഞാൻ അതിലോട്ട് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ രോഗത്തിന്റെ ഒരു സിംറ്റം എന്നിൽ കാണുന്നുണ്ട്. When offended or walking sinfully, it doesn't come back. But sometimes I get tempted to do the same thing. So when I think about doing that sin, the symptoms of this sickness comes upon me. എന്നാൽ ഞാൻ റിപ്പന്റ് ചെയ്ത് പൂർണ്ണതയിലോട്ട് മടങ്ങി വരുമ്പോൾ പിന്നെ രോഗം കാണത്തില്ല. When I repent and I forsake it and I continue to walk in righteousness and holiness, the symptoms don't come to me. അതൊരു വലിയൊരു എക്സ്പീരിയൻസ്, എന്റെ ജീവിതത്തിലും ശുശ്രൂഷ വലിയൊരു എക്സ്പീരിയൻസ് ആയി. It became a big life lesson for me and in my ministry. This experience with this pastor taught me a great lesson in ministry and life. So യേശു ക്രിസ്തുവിന്റെ അടിപ്പണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത് എവിടെ? ഫസ്റ്റ് സൗഖ്യം നിങ്ങളുടെ സോളിൽ, നിങ്ങളുടെ സിന്ന് കർത്താവ് സൗഖ്യമാക്കും. രണ്ടാമത്തെ സൗഖ്യം നിങ്ങളുടെ ബോഡിയിൽ സൗഖ്യമാക്കും. You have received the authority and the power of Jesus for forgiving to your sins. And second, it will bring healing to your body. അതിനാണ് യേശു കാൽവരി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. That is the reason why Jesus was destroyed on the cross in Calvary. ഇനി രണ്ടാമത്തെ ഒരു വിഷയം കർത്താവിനെ ഏൽപ്പിച്ചത്, എന്തുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് വിശ്വാസികൾക്ക് രോഗം വരുന്നു? ഒന്ന് ഞാൻ പറഞ്ഞു, പാപത്തിൽ നിങ്ങൾ മാറുന്നില്ല, പാപത്തിൽ നിങ്ങൾ റിപ്പന്റ് ചെയ്ത് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നുകൊണ്ടിരിക്കും. 2, എന്തുകൊണ്ട് നിങ്ങൾക്ക് രോഗം വരുന്നു? Second, the Lord, first I said because of sin and we forsake sin, you are healed. First cause is living in sin. Second cause the Lord showed me. കർത്താവ് പറഞ്ഞ കത്രുമേശ നിങ്ങൾ പങ്കാളികളായി തീരുന്നത് പാപത്തോടു കൂടിയാണ്. Then what Paul says, when you partake of the body and the blood of Jesus, you don't judge yourself, you partake it with sin. നിങ്ങൾ ജഡ്ജ് ചെയ്യും. നിങ്ങൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യും. പക്ഷെ നിങ്ങൾ കത്രുമേശ എടുത്ത് അടുത്ത 3 ദിവസം നിങ്ങൾ വിശ്വാസം ജീവിതം അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കും. പിന്നെ നിങ്ങൾ പഴയ പാപത്തിലോട്ട് പോവുകയാണ്. Maybe you fast and take the communion or the Lord's table, but after 3 days you leave, okay, but then again you continue to go back into the sin. നിങ്ങളുടെ കമ്മ്യൂണിയൻ എന്നും എടുക്കേണ്ട കാര്യമാണ്. അത്രയ്ക്ക് എന്നും വിശുദ്ധരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. So in reality, you are to partake the Lord's table or the communion daily, so that daily you should be living a holy life. That is the right way. ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഞാൻ ഡെയിലി 365 ദിവസം ഇല്ലെങ്കിലും അത് അല്ല, ഒരു 300 ദിവസം വരെ ഞാൻ എടുക്കുമായിരുന്നു കമ്മ്യൂണിയൻ. ഞാൻ തന്നത്തൻ കർത്താവുമായിട്ട് എടുക്കുമായിരുന്നു, ഒന്നിച്ചിരിക്കുമായിരുന്നു. For example, last year, almost the whole year, at least 300 days, every day I would personally sit with the Lord and I would take the communion. പലപ്പോഴും എന്റെ ദർശനങ്ങളിൽ, സ്വപ്നത്തിൽ കർത്താവിന് ഈ കമ്മ്യൂണിയൻ ഡയറക്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. In my visions and my dreams, the Lord would break his body, give it to me, and he gave it. യേശു പറഞ്ഞത്, പൗലോസ് പറഞ്ഞത് ഇത് അനുഗ്രഹം മാത്രമാണ്. Paul calls the cup a cup of blessing. ഇത് അനുഗ്രഹമാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും നിങ്ങളുടെ ശാരീരിക അനുഗ്രഹമാണ്.
This cup of blood, the blessing of the blood of Jesus will heal your spirit, your soul, your body. നിങ്ങളുടെ കർത്തൃമേശം നിങ്ങൾ ഒരിക്കലും മാറിയിരിക്കുക. നിങ്ങൾ അവസരം കിട്ടുമ്പോഴും എല്ലാം കർത്തൃമേശം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അതിൽ പങ്കാളികളായി തീരണം. Don't forsake or reject the Lord's table or the communion whenever you get the opportunity. കർത്തൃമേശം ഏറ്റവും ലാഘവമായി ചെയ്യുന്നത് പെന്തിക്കോസുകാരാ. പെന്തിക്കോസ് പാസ്റ്റർമാർ ഏറ്റവും ലാഘവമായിട്ട് ചെയ്യുന്നത്, ഏറ്റവും എന്താ പറയുന്നത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത നമ്മുടെ ദൈവദാസന്മാരാ. What I have observed is the Pentecostal the least importance, the least reverence when they both stable. നിങ്ങൾ ഓർത്തഡോക്സിലോ യാക്കോബയിലോ കാത്തലിക്സ് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര റെവറൻസ് ആയിരുന്നു കാണിക്കുന്നത്. If you look at the traditional churches, whether it's Orthodox or Catholics or whatever, they show great reverence. അവരുടെ വിശ്വാസം വ്യത്യാസമുണ്ട്. അവർ പറയുന്നത് ആ എലിമെന്റ് അത് ശരീരമായി തീരുന്നു, അത് വീഞ്ഞ് രക്തമായി തീരുന്നു. പക്ഷെ അത് ഫിസിക്കലായിട്ട് മാറുന്നില്ല, പക്ഷെ ആത്മീയ മണ്ഡലത്തിൽ മാറുന്നതായിട്ട് ദൈവനെ കാണിക്കുന്നുണ്ട്. But theology, the doctrine might, how they interpret, they say that it becomes the physical body, the physical blood. But in the reality, I have seen in the spirit realm, it becomes the flesh. ഇത് സ്പിരിറ്റിലാണ് സംഭവിക്കുന്നത്. അവര് പറയുന്നത് അത് എന്താണ് ഭൗതികമായിട്ട് സംഭവിക്കുന്നത്, പക്ഷെ നമ്മൾ സ്പിരിറ്റിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് പെന്തിക്കോസ്തൽസിന് അറിയുന്നില്ല. നമ്മൾ ശരിക്ക് ആ എന്താ പറയുക, കർത്താവിന്റെ ശരീരം സ്പിരിറ്റിൽ അത് ബോഡിയായി തീരുകയാണ്. So we have to understand, brothers and sisters, the transformation of the blood to the body of Christ and the wine to the blood of Jesus happens in the spiritual realm. It really happens in the spiritual realm, which our Pentecostal churches, you don't know that. So വീഞ്ഞ് ഒരിക്കലും രക്തമായി തീരുന്നില്ല, പക്ഷെ സ്പിരിച്വൽ മണ്ഡലത്തിൽ രക്തമായി തീരുന്നുണ്ട്. So in the natural realm, the wine did not become blood, but in the spiritual realm, there's a transformation of the wine to the blood. നിങ്ങൾ ആ ഒരു വിശ്വാസത്താൽ കർത്തൃമേശം എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിൽ കാണാൻ പറ്റും. If you believe that when I take this blood of the wine in the spiritual realm, it becomes the blood of Jesus. In the spiritual realm, the body, the blood becomes the body. If you take it that faith, with that believing faith, you will see immediately great changes and great power come to you. നിങ്ങളത് ലാഘവത്തോടെ ചെയ്യരുത്. നിങ്ങൾക്ക് അനുഗ്രഹത്തിന് പകരം അത് രോഗത്തിന് കാരണമായി തീരും. Paul says if you take it very lightly, without reverence, without holiness, it will become a curse to you. It will even cost. പോൾ പറഞ്ഞത് മരണം വരെ സംഭവിക്കാം. Paul says that is the reason many are dead, many died prematurely. Paul writes that. ഞാൻ ഓർക്കുന്നുണ്ട് ഷാർജയിൽ ഒരു ചർച്ചയില് അവിടെ പാസ്റ്റർ കർത്തൃമേശ റെഡി ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ കർത്തൃമേശയിൽ ഇത് വന്നിട്ടില്ല, എന്താ പറഞ്ഞാൽ വീഞ്ഞ് വന്നിട്ടില്ല. So I remember in Sharjah, a place in the United Arab Emirates, that the communion is being served, but the blood, the wine has not come to the table yet. അദ്ദേഹത്തിന്റെ കമ്മിറ്റിക്കാരെന്ത് ചെയ്തു, അവസാനം വീഞ്ഞ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഓറഞ്ച് ജ്യൂസ് വാങ്ങി വെച്ചു കൊടുത്തു. So they couldn't get the wine, so they got an orange juice or something. ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന പാസ്റ്റർ അറിഞ്ഞില്ല, അവസാനം ശുശ്രൂഷിക്കുമ്പോഴാണ് ഓറഞ്ച് ജ്യൂസ് ആണെന്ന് മനസ്സിലായി. എന്തായാലും ശുശ്രൂഷിച്ച് അദ്ദേഹം എല്ലാവർക്കും ഓറഞ്ച് ജ്യൂസ് കൊടുത്തു. He did not know that was what the committee did for him. When he was doing the communion, he saw that it was an orange juice. 24 hours എല്ലാം ഹോസ്പിറ്റലായി. Within 24 hours, the entire church was in the hospital. So it's a dangerous. എന്നാൽ So when we do, ഒരു സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ ക്യാൻസർ പിടിച്ച് മരിക്കാൻ കിടക്കുക ഹോസ്പിറ്റലിൽ. the testimony, an old man was dying of cancer. അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റർ വന്നു, അതായത് നമ്മുടെ മലയാളി പാസ്റ്റർമാരെ സമ്മതിക്കത്തില്ല, ഒരു അമേരിക്കൻ പാസ്റ്റർ വന്നു. An American pastor went to this old man with cancer. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നും കമ്മ്യൂണിയൻ എടുത്തുകൂടാ, നിങ്ങളെ ദൈവം സൗഖ്യമാക്കും. And the American pastor said, why don't you partake? അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു, എനിക്ക് ആമസോണിൽ നിന്ന് ഒരു പാക്കറ്റ് ഇത് കമ്മ്യൂണിയൻ ഓർഡർ ചെയ്യൂ. So he told his children, please order a communion thing from the Amazon. അടുത്ത 2 ദിവസങ്ങളിൽ കമ്മ്യൂണിയൻ വന്നു, ഒരു പാക്കറ്റ് കമ്മ്യൂണിയൻ വന്നു. അദ്ദേഹം എന്നും പ്രാർത്ഥിച്ച്, വിശ്വാസിയാണ്, എന്നും പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എന്നും പ്രാർത്ഥിച്ച് കമ്മ്യൂണിയൻ കഴിക്കാൻ തുടങ്ങി. So every day he was hospitalized. He would take medicine, but every day he would pray and faithfully take the communion every day.
കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ക്യാൻസർ മാറി, സൗഖ്യമായി, പൂർണ്ണ സൗഖ്യമായി. After many days, the cancer disappeared from his body. പിന്നെയും കുറെ നാൾ അദ്ദേഹം ജീവിക്കുവാനിടയായി. And he lived many days after that cancer free. ആരാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. ബെന്നിഹിന്റെ ഫാദറിലോടെ കാര്യം ഞാൻ പറയുന്നത്. This is the testimony of Benihin's father. Father-in-law, വൈഫിന്റെ father-in-law. It's Susan's father. ഹല്ലേലൂയ. അപ്പോൾ കർത്തൃമേശയ്ക്കകത്ത് ഭയങ്കര ശക്തിയുണ്ട്. There is great power in the communion. വചനം ദൈവമാണ്, വചനം ദൈവമാണ്. നിങ്ങൾ ആ വചനം വിശ്വസിക്കുക, വചനം നിങ്ങൾ ഉരുവിടുക, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. The word of God is the word is God. So meditate the word with faith, it will happen. വചനത്തിന്മേൽ പരിശുദ്ധാത്മ പരിവർത്തിക്കുമ്പോഴാണ് മിറക്കിൾസ് കാണുന്നത്. When the Holy Spirit acts on the word, then the miracles will happen. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. When we speak the word by the power of the Holy Spirit, then you'll see the miracles of God. നിങ്ങൾക്ക് എന്ത് രോഗമാണെങ്കിലും കർത്താവ് സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില കേസുകൾ സൗഖ്യമാകത്തില്ല, കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ എന്ത് രോഗമാണ് നിങ്ങൾ പറ, നിങ്ങളുടെ വിശ്വാസത്തിൽ ദൈവം സൗഖ്യം കൊടുക്കും. Whatever or whichever is the sickness, the Lord will heal according to your faith. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വചനത്തിലും പരിശുദ്ധാത്മാവിലും യേശുവിലൊക്കെ വിശ്വസിക്കുക. പൂർണ്ണ ഡൗട്ട്, ഒട്ടും സംശയമില്ലാതെ വിശ്വസിക്കുക, ദൈവത്തിന് മിറക്കിൾസ് കാണാൻ പറ്റും. Without doubt, believe in the word, believe in the Lord Jesus, believe in the name of Jesus and the blood of Jesus, and your faith will bring great healings for you. ഹല്ലേലൂയ. ഞാനോട് നിർത്തട്ടെ. ഹല്ലേലൂയ. Let me stop. അടുത്ത 45 മിനിറ്റ് നമ്മൾ കേട്ട വചനം പറ, നിങ്ങൾ കർത്താവേ അങ്ങയുടെ വചനം വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കണം, യേശുവിന്റെ അടിപടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. നിങ്ങളുടെ വായിന്ന് തന്നെ പറയണം, പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മായ വചനം എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ദേഹാത്മാവിൽ അത് സൗഖ്യം പ്രാപിക്കണം, എൻ്റെ പാപങ്ങളെ സൗഖ്യമാക്കണം, അതുപോലെ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണം. നിങ്ങളൊന്നും മിറക്കിൾസ് കാണാൻ പോവാം. നമ്മൾ ഇന്ന് ഇതിന് ശേഷം 45 മിനിറ്റ് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കാൻ പോവുകയാണ്. ഈ കേട്ട വചനം നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ പരിശുദ്ധാത്മാവോട് പറയണം, പരിശുദ്ധാത്മാവ് കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു, എൻ്റെ കുറവുകൾ ക്ഷമിക്കണം, യേശുവിന്റെ അടിപ്പടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് എൻ്റെ പാപവും എൻ്റെ രോഗത്തിനും സൗഖ്യമാക്കി തീർക്കണം. അപ്പോൾ എൻ്റെ ആദ്യം പാവം സൗഖ്യമാകണം, അതിനുശേഷം എൻ്റെ ബോഡിയുള്ള സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ സൗഖ്യം വ്യാപരിക്കുന്നതിന് നന്ദി പറഞ്ഞ് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം വചനം. Get hold of 1 Peter 2:24. Jesus carried his sins on my body through Jesus. My sins are forgiven. First receive forgiveness of sins, and then by his stripes and you keep speaking that word, ask the Holy Spirit to perform it. And as for the next 45 minutes we will pray, but you confess 1 Peter 2:24, receive forgiveness for sin and healing for your body. So God is still the Lord who heal. Exodus 15:26 പറയുന്നത് എന്താണ്? God is still the Lord who heal. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന എക്സോഡസ് 15:25 പറയും. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാവും. നിങ്ങൾ പറയണം, നിങ്ങൾ ആത്മാവിൽ പറയണം. നിങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയണം, അന്യഭാഷകൾ പറഞ്ഞ് നിറയുമ്പോൾ പറയണം. നിങ്ങളുടെ രോഗത്തോട് നിങ്ങൾ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാവുകയാണ്. So when you're praying in tongues, when you're filled with the Holy Spirit, you say, you are the Lord that healeth me, by his stripes and you should speak with the fullness. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടിപ്പണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. 45 മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ 100 പ്രാവശ്യം നിങ്ങൾ പറയണം. നിങ്ങളുടെ ശരീരത്തോട് പറയണം, നിങ്ങളുടെ മനസ്സിനോട് പറയണം. നിങ്ങളിങ്ങനെ പാപത്തിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പാപത്തോട് പറയണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അടിപ്പണലുകളാൽ ഈ പാപത്തിന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ പാപത്തോട് നിങ്ങൾ പറയണം, നിങ്ങൾ ഏറ്റു പറയണം. 2, നിങ്ങൾ രോഗത്താലാണ് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ആ രോഗത്തോട് പറയണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തു അടിപ്പണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. 45 മിനിറ്റ് നമ്മൾ അന്യഭാഷകൾ പറയണം. അന്യഭാഷകളുടെ കൂടെ നിങ്ങളൊരു 100 പ്രാവശ്യം പറയണം. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഒരു ഹീലിംഗ്സ് മിനിസ്ട്രിയുടെ ഒരു അനോയിന്റിംഗ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. The Lord is showing me as President is taking a healing ministry is being manifested, but 2 things need to struggling with sins through the broken body of Jesus. My sins are forgiven. Then you say, by his stripes I am healed. When you are praying in tongues for 45 minutes, then you can say at least
വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. ഞാൻ പറയുകയാണ്, നിങ്ങൾ പറയണം, യേശു ക്രിസ്തുവിന്റെ അടിപ്പണരാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒന്നാമത്തെ സൗഖ്യം നിങ്ങളുടെ രോഗസൗഖ്യമാണ്, നിങ്ങളുടെ ആത്മീയ സൗഖ്യം, അതായത് നിങ്ങളുടെ ഭാവസൗഖ്യം, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലുള്ള സൗഖ്യം. അത് കർത്താവോട് പറയണം. രണ്ട്, നിങ്ങളുടെ രോഗസൗഖ്യം, അത് നിങ്ങൾ രണ്ട് പറയണം കർത്താവിനോട്. അത് 45 മിനിറ്റുള്ള ഒരു 100 പ്രാവശ്യം നിങ്ങൾ വായ തുറന്ന് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ മൗനമായിട്ടിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. നിങ്ങൾ വായ തുറന്ന് എനിക്ക് മലയാളികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരുപാട് മലയാള സഭയെ ശുശ്രൂഷിക്കാൻ പാടില്ല. ഇവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. എത്ര പറഞ്ഞാലും ഒരു വായ തുറന്ന് സംസാരിക്കത്തില്ല. It's a Malayali Jewish problem. How many times I tell them, please open your mouth, confess and meditate. They will not speak. But first you have to say, my sins are forgiven through the broken body of Jesus. Second, you speak your mouth, open your mouth, that by his stripes I am healed. It's a Malayali problem. They keep your mouth shut. Please don't open your mouth and speak though. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ പറയണം, ഡം സ്പിരിറ്റെ കം ഔട്ട് ഫ്രം. ഡംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങളുടെ ഊമനായ സ്പിരിറ്റെ എന്റെ സ്പിരിറ്റിൽ നിന്ന് മാറിപ്പോകാൻ കൽപ്പിക്കുക. ചെവി കേൾക്കട്ടെ. ഊമനായ സ്പിരിറ്റ് കം ഔട്ട് എന്ന് പറയണം. ഊമനായ സ്പിരിറ്റെ കം ഔട്ട്. അതായത് ഊമനും ചെകിടനുമായ സ്പിരിറ്റെ കം ഔട്ട്. ഊമനും ചെകിടനുമായ സ്പിരിറ്റെ കം ഔട്ട് എന്ന് പറയണം. നിങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം കൽപ്പിക്കണം അത്. But if you're having, you understand things in the Spirit of God, you say, you deaf and dumb spirit, you leave my ears, you deaf spirit leave, and your dumb spirit leave, and then the deaf and dumb spirit will leave, and you can open your mouth and speak. നിങ്ങൾ നോക്കിയാൽ മലയാളി ചർച്ചയ്ക്ക് നിങ്ങൾ പ്രസംഗിക്കുന്നവർ നോക്കി, നിങ്ങൾ പറയാം, ബൈബിൾ എല്ലാവരും തുറക്കാൻ പറഞ്ഞാൽ എല്ലാവരും ബൈബിൾ അടച്ചു വെക്കും. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ അന്നേരം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. സോ ഓപ്പോസിറ്റ് ആണ് മലയാളം ചർച്ച നടക്കുന്നത്. എനിക്കറിയത്തില്ല എന്താ ആ സ്പിരിറ്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഡം സ്പിരിറ്റ്, നിങ്ങളിൽ ആ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശാസിക്കണേ. Because I've seen in the Malayali churches, when I say worship God, they will start reading. When I say read the Bible, they will close the Bible. When I say let us praise the Lord, they will be quiet. I don't know what spirit I am fighting, but the Malayali churches don't listen. But you say that spirit, leave Jesus' name. So അതുകൊണ്ട് നിങ്ങൾ ഈ 45 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യേശുവിന്റെ അടിപ്പിണറുകളാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വചനം ഇപ്പോൾ എൻ്റെ രോഗസൗഖ്യത്തിന് കാരണമായി തീരണം. ആ വചനം ഇപ്പോൾ എൻ്റെ പാപസൗഖ്യത്തിന് കാരണമായി തീരണം. അത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ 45 മിനിറ്റുള്ള ഒരു 100 പ്രാവശ്യം നിങ്ങൾ വായ തുറന്ന് സംസാരിക്കണം. അന്യഭാഷ പറയുന്ന കൂടെ ഇതിന് ശേഷം 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ by sin and sickness on his body, and by his stripes I am healed, and you declare that, and when speak that, the Holy Spirit will work on you. But keep speaking that word, and my sins are forgiven through the broken body of Jesus. By his stripes my body is. കാരണം ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു അധികം ആത്മാവ് രോഗശാന്തികളുടെ വരം യേശുവിന്റെ അടിപ്പണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ദേഹിക്കും, നമ്മുടെ ബോഡിക്കും സൗഖ്യമാണ്. ആ 3 കാര്യങ്ങളോട് സംഭവിക്കണം. So when Paul says to another it is given of healings, so we should appropriate it accordingly, that the spirit man, the soul and the body are to be healed by these. So that is the gift of healings. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയാൻ എന്താണെന്ന് അറിയാം. ഇത് എന്താണ്? വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ് റിപ്പീറ്റ് പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആത്മാവിന് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. നമുക്ക് സമാധാനം നൽകി ശിക്ഷ അവന്റെ മേലായിരുന്നു. അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾ പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ കാണാൻ പോവാം. You know why I am repeating myself? It is faith comes by repeat. Keep on repeating ourselves. By if we keep on speaking, when I repeat myself, it happens. The Bible says, he himself bore up in his body on the cross that we might die to the sins and live for righteousness. By whose wounds and by his stripes you are healed. So I am declared in 1 Peter 2:24 that the faith will come so that you will be healed, spirit, soul, body, and mind. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഈ കഷായം കഴിക്കുന്ന പോലെ നിങ്ങൾ കുടിക്കും തോറും സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു മുറിവിന്റെ അകത്തോട്ട് നിങ്ങൾ മരുന്ന് വെക്കും തോറും സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവ് ആ രോഗത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. അവിടെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കും. It is like anything you take, the more you take,
The medicine will work inside your body and continue repairing and healing the body. So the active repairing and healing, the more the medicine, the continuity of the medicine. Same way, when you speak the word, meditate the word, speak the word, it will start activating healing and it will continue healing. It will keep on performing the healing. അടുത്ത 45 മിനിറ്റ് നമ്മൾ അന്യഭാഷകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ രോഗങ്ങള്, നിങ്ങളുടെ പാവങ്ങള് ഇതിന്റെ അകത്തൊരു 100 പ്രാവശ്യം പറയണം. 100 പ്രാവശ്യം അന്യഭാഷകളുടെ പറയണം. പരിശുദ്ധാത്മാവേ, ഈ പാപത്തെ എനിക്ക് സൗഖ്യമാക്കി തരണം, 2 രോഗത്തെ സൗഖ്യമാക്കി തരണം. എന്നിട്ട് അതിനോട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പോവുക. So the next 45 minutes I'm repeating myself again, that you pray in tongues, but again declare that Jesus Christ's body was broken for my sins, his stripes I am healed, at least 100 times in the next 45 minutes. സംശയം കൂടാതെ ദൈവത്തോട്, യേശുവിനോട് നിങ്ങൾ എത്രമാത്രം പറയുന്ന അവിടെയാണ് സൗഖ്യം നടക്കാൻ. സംശയം ഒട്ടും പാടില്ല, സംശയം ഒട്ടും പാടില്ല. ഒരു ഡൗട്ട്, ഒരു അല്പം പോലും സംശയം, സറണ്ടർ കൊടുത്തോണ്ടിരിക്കണം, സറണ്ടർ കൊടുത്തോണ്ടിരിക്കണം. ദൈവത്തിൽ സറണ്ടർ ഏൽപ്പിച്ചു കൊടുത്തണം. എന്നിട്ട് കർത്താവ് സംശയമില്ലാതെ നിങ്ങൾ ഇത് പറ, ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോവുക. You have to see the miracles happen when there is no doubt. You should not doubt. You just believe what the written words, and without doubt you speak and you will see miracles of God. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എല്ലാവരും സറണ്ടർ കൊടുത്ത്, എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്താലും പ്ലീസ്. പ്രാർത്ഥിച്ചാലും അടുത്ത 45 മിനിറ്റ് എല്ലാവരും സമർപ്പിച്ചാലും. യെസ്, All surrender yourself and pray. എല്ലാവരും സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു. എല്ലാവരും സൗഖ്യമാണ്. യേശുക്രിസ്തുവിന്റെ അടിപ്പണകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം ഇപ്പോൾ ഞാൻ അയക്കുന്ന കർത്താവേ, വി ഹീൽ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പാവസൗഖ്യങ്ങളാകട്ടെ, പാപങ്ങൾ സൗഖ്യമാകട്ടെ, പാപങ്ങൾ വിട്ടുമാറട്ടെ. പാപത്തിന്റെ ഡെലിവറൻസിനായി പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇമോഷണൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് ഡിപ്രഷൻസ് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വി ഹീൽ. കണ്ണുകൾ കാഴ്ച പ്രാപിക്കട്ടെ, ക്യാൻസറുകൾ മാറട്ടെ, ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ അസിഡിറ്റി മാറട്ടെ, എല്ലാ രോഗങ്ങളും എന്തിനും അഴിയട്ടെ, എല്ലാ കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇതിന്റെ അകത്ത് ഈ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ ദൈവാത്മാ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ രോഗസൗഖ്യം മാത്രമല്ല, നിങ്ങളുടെ പാപസൗഖ്യം മാത്രമല്ല നടക്കുന്നത്, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞോ? Not only healing, but the demonic bondages are broken while we were praying. ഇവിടെ ഇതിന്റെ അകത്ത് രോഗസൗഖ്യം മാത്രമല്ല നടക്കുന്നത്, ഭൂതങ്ങളും വിട്ടുപോകുന്നുണ്ട്. Not only physical healings, but demons are coming out. ഒരുപക്ഷെ നിങ്ങളെ ഇപ്പൊ പൈശാചിക ബന്ധനങ്ങളായിരിക്കും നിങ്ങൾക്ക് രോഗമുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കർത്താവ് അഴിച്ചു മാറ്റുക. Your demonic bondages might have caused your sickness. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാപ സ്വഭാവം പൈശാചിക പോരാട്ടമായിരിക്കും കർത്താവ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. Your sin might have caused your sickness. സോ ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കണം. കണ്ടോ, നമ്മൾ ആ വചനം പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യം കർത്താവ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾ കർത്താവ് വിടുതൽ തരുന്നുണ്ട്, രോഗസൗഖ്യം നടക്കുന്നുണ്ട്, പൈശാചിക ബന്ധനങ്ങളും ഇതിനകത്ത് കഴിയുന്നുണ്ട്. Two things are happening at the same time. Your sins are healed and your sickness is healed. പൈശാചിക ബന്ധനം കഴിയുന്നുണ്ട്, ബോണ്ടേജുകൾ കഴിയുന്നുണ്ട്. ആരോ ഇങ്ങനെ കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നിങ്ങളുടെ 2 കൈകളും കണ്ണിൽ വെച്ച് ആരോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നെ. നിങ്ങളുടെ കണ്ണുകൾക്ക് സൗഖ്യം ഉണ്ടാകാൻ പോവാ. നിങ്ങളുടെ കണ്ണുകൾ വെച്ചോ, നിങ്ങളുടെ 2 കണ്ണുകൾ കയ്യിൽ വെച്ചോ, കണ്ണിൽ വെച്ചോ. God says, put your hands on your eyes and God will heal your eyes. എന്നെ കാണിക്കുന്നു, ആരോ ഇങ്ങനെ കണ്ണിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. I see somebody is putting their hands on their eyes and in the mighty name of Jesus they heal. നിങ്ങൾ അവിടെ കരം വെച്ച് കണ്ണിൽ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ടച്ച്. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, യേശു അവിടെ തൊടുന്നുണ്ട്, നിങ്ങൾ കണ്ണിൽ തൊടുന്നുണ്ട്. Jesus is touching your eyes. You touch your eyes with your hands. നിങ്ങളുടെ കയ്യിൽ മേൽ യേശുവിന്റെ കരം വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവിടെ ഹീലാകട്ടെ. Jesus' hands are upon your hands and you're touching your eyes. നിങ്ങളുടെ സ്റ്റൊമക്കിൽ മേൽ കർത്താവ് കരം തൊടുന്നുണ്ട്. സൗഖ്യമാകട്ടെ. ഇപ്പോൾ യേശു ഒരു ലേഡിയുടെ സ്റ്റൊമക്ക് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Your stomach and God is healing you. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഡിപ്രഷൻസുകൾ കർത്താവ് മാറ്റുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. And God is healing your depression. നിങ്ങളുടെ ബാക്കിന്റെ നിങ്ങളുടെ സ്പൈനിൽ ഇങ്ങനെ ബെൻഡ് ഉണ്ട്, കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. God is healing your queen in Jesus' name. യേശുവിന്റെ നിങ്ങളുടെ ഇയർ ഇൻഫെക്ഷനുകൾ കർത്താവ് മാറ്റുന്നു. വിശ്വസിക്കുക, ഞാൻ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഏറ്റെടുത്തോണം.
Receive it in faith and God is healing your നിങ്ങളുടെ ear infection. നിങ്ങളുടെ ആമാശയത്തിൽ സൗഖ്യം ലങ്സിൽ സൗഖ്യം വ്യാപരിക്കുന്നു. Your lungs, your breathing issues are healed. നിങ്ങളുടെ അഡിക്ഷൻസ് ദൈവം മാറ്റുന്നു. നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങൾ പലതിനും അഡിക്ഷൻസ് ദൈവം മാറ്റുന്നു. So your addiction, God is healing you. നിങ്ങളുടെ എന്താ പറയുന്നത്, ഈ ചില സ്മോക്കിംഗ് അഡിക്ഷൻസ് പോലെ, അതായത് അതൊരു സ്പിരിറ്റ്, മീൻസ് നിങ്ങൾ ആരും സ്മോക്കിംഗ് എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സ്പിരിറ്റ്, അതായത് ആഭിചാരത്തിന്റെ ശക്തി നിങ്ങളെ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. You think that witchcraft spirit and the people who are smoking, hallelujah, I repeat that spirit. ചില ആൽക്കഹോളിക് സ്പിരിറ്റ് നിങ്ങൾ വ്യാപരിക്കും. നിങ്ങൾക്ക് ടെംപ്റ്റ് ഉണ്ട്. നിങ്ങൾ ആൽക്കഹോൾ, ചിലപ്പം പുതിയ വിശ്വാസികളെ എനിക്കറിയത്തില്ല, ആൽക്കഹോളിക് ടെംപ്റ്റേഷനെ ശാസിക്കുന്നു. നിങ്ങൾ ആൽക്കഹോൾ കുടിക്കണമെന്നൊരു ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് തന്നെ പരിശാശ കൊണ്ടിരുന്നുണ്ട്. In between you have that desire to drink alcohol. And I repeat that spirit. യേശുവിന്റെ നാമത്തിൽ എല്ലാം അഴിഞ്ഞു പോട്ടെ. നിങ്ങളുടെ കുഞ്ഞിന്മേൽ നിങ്ങൾ എന്തോ കുഞ്ഞിന്റെ മേലുള്ള വെള്ളപ്പാണ്ടുകൾ പോകാൻ പ്രാർത്ഥിച്ചാൽ വെള്ളപ്പാണ്ടുകൾ ട്രീറ്റ് ചെയ്ത് പോകുന്നില്ല. വെള്ളപ്പാണ്ടുകൾ മാറിപ്പോട്ടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള. On your baby skin, I rebuke that spirit in Jesus. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിന്മേലുള്ള വൈറ്റ് സ്കിന്റെ വൈറ്റ് ഡോട്ട്സ് പോലുള്ള പോരുകളെ ശാസിക്കും, അഴിഞ്ഞു പോട്ടത്. I repeat the white spots on your baby skin in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്ന ചില സൗഖ്യങ്ങളോട് നടക്കുക. God says some healings upon your private parts and hallelujah. നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് വേണ്ടി പ്രാർത്ഥിച്ച മുടി മടങ്ങി വരാൻ ദൈവം റീസ്റ്റോർ ചെയ്യണം. യേശുള്ള റീസ്റ്റോർ ആകട്ടെ. Hallelujah. God is going to restore your hair. നിങ്ങൾ തലയ്ക്ക് എപ്പോഴും ചൊറിച്ചിൽ, എത്ര ട്രീറ്റ് ചെയ്തിട്ടും തല ആ ചൊറിച്ചിൽ മാറ്റുന്നത് കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In the name of Jesus. Hallelujah. ഇടയ്ക്ക് വന്ന് പിശാച് നിങ്ങളോട് സംസാരിക്കുന്നു, അതിനെ ഞാൻ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തില്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ തൊട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഞാൻ ഈ മൊബൈലിൽ എന്റെ സ്ക്രീനിൽ കൈവച്ചിരിക്കുക. നിങ്ങൾ എന്റെ ആ പിക്ചറിൽ കൈവച്ചാലും യേശുവിന്റെ നാമത്തിൽ കൈവച്ചാലും എന്റെ പരിശുദ്ധാത്മാവ് എന്റെ വലത് കൈ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ മേൽ, എന്റെ സ്ക്രീനിന് മേൽ ഞാൻ കരം വെച്ചിരിക്കുകയാണ്. എല്ലാവരും മേൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. My picture on the screen, then you'll be healed. Receive the power, receive the power, receive the power, receive the power. Receive the healings in the name of Jesus. Receive the name in the name of Jesus. Receive the power in Jesus' name. ഈ കണ്ടിട്ടുണ്ടോ, വലിയ പള്ളിയിലെ മണി അടിക്കുന്ന വലിയ മണി കണ്ടിട്ടുണ്ടോ? ആ മണി ഇങ്ങനെ കിടുകിടാന്ന് അടിച്ചുകൊണ്ടിരിക്കുക. എന്തോ പൈശാചിക കഴിഞ്ഞു പോവാ. വലിയ പൗരോഹിത്യ ശക്തികൾ അഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. വലിയ ശക്തികൾ മണിയടിച്ച് അഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ പറയാം, ചില ഈ ശവക്കോട്ടകളൊക്കെ ക്രാക്ക് വീഴുന്നതായിട്ട് കാണുന്നത്. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാമെന്ന്. ശവക്കോട്ടകളൊക്കെ ക്രാക്ക് വീഴുന്നു. ഞാൻ വിളിച്ചു പറയുന്നത്, ലാസറെ നീ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ ലാസറെ നീ പുറത്തു വാ. ഞാൻ വിളിച്ചു പറയാണ്, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. In the name of Jesus. Hallelujah. In the name of Jesus. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില ഈ ശവക്കോട്ടകൾക്കുള്ളിൽ എനിക്ക് തോന്നുന്നു ചില കല്ലറകൾക്കകത്തൊക്കെ പൈശാചിക ശക്തിയുടെ കൂടാരങ്ങളുണ്ട്. അതൊക്കെ കർത്താവ് തകർത്തുകൊണ്ടിരിക്കുക. ചില ഭവനങ്ങൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു. നിങ്ങളിലുള്ള പൈശാചിക ശക്തി ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. നിങ്ങൾ എപ്പോഴും കാർ ആക്സിഡന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന പോരുകളെ ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും പ്രാർത്ഥന, എന്റെ ഭവനത്തിൽ നിന്ന് പൈശാചിക ശക്തികൾ ഇറങ്ങിപ്പോട്ടെ. നിങ്ങൾ പറ, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പൈശാചിക നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് വിട്ടുപോകാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും എല്ലാ പൈശാചിക ശക്തി വിട്ടുപോട്ടെ. നിങ്ങൾ പറ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹം നടക്കാത്തവരെല്ലാം പറ, അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യാണ്, അതിനെ ആ പോരാത്ത ഞാൻ ബ്രേക്ക് ചെയ്യാണ്. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് എന്ന് പറ. ബ്രേക്ക് ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ മാറാ രോഗങ്ങളെ പറഞ്ഞാലോ, യേശുവിന്റെ നാമത്തിൽ ഈ പാരമ്പര്യമായ രോഗങ്ങളെ ശാസിച്ചാലോ, എന്റെ പിതാവിൽ നിന്നും എന്റെ മാതാവിൽ നിന്നും പാരമ്പര്യ രോഗങ്ങളെ ഞാൻ കട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കട്ട് ചെയ്യുന്നു ഞാനത്.
So I cut loose every traditional, hallelujah, spiritual sickness from my parents' side. I am rebuking it. എല്ലാവരും പറയാം, എന്റെ സോളിസ് ടൈകളെ ഞാൻ കട്ട് ചെയ്ത്, ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നു യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ എല്ലാവരും പറയാം, എല്ലാ ഫോറസ്റ്റ് ഈവിൾസ് ഫോറസ്റ്റിലെ കത്തിച്ച് കളയാന്ന് പറ. Evil forest I am burning in Jesus' ഈ name. യേശുവിന്റെ നാമത്തിൽ ഈ കിഡ്നികൾക്ക് സൗഖ്യം വരുന്നു യേശുവിന്റെ നാമത്തിൽ. This is the kidneys are healing. In the name of Jesus, there is healing going on. നിങ്ങളുടെ പാപസ്വഭാവങ്ങൾ ദൈവം മാറ്റുന്നു. Removing your sinful നിങ്ങളെ വായിൽ നിന്ന് ബോഷ്കിന്റെ ആത്മാവ് മാറ്റിയിട്ട് സത്യത്തിന്റെ ആത്മാവ് ദൈവം തരുന്നു. changing your life spirit, and that's giving you the spirit of നിങ്ങൾ വായെടുത്ത ബോഷ്ക പറയത്തുള്ളൂ, അതിനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സത്യത്തിന്റെ ആത്മാവ് വരട്ടെ. Jesus. നിങ്ങളോട് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് തരുന്ന അതിനെ ശാസിക്കുന്നു. Thoughts in your mind, I am rebuking it in In Jesus' the name of Jesus. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്ന ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. Keep that spirit. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താലും എല്ലാ അത്ഭുതങ്ങളും നടക്കട്ടെ. നിങ്ങൾ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കൊണ്ടുവരുന്ന ശക്തികളെ ശാസിക്കുന്നു. Your evil dreams in your early sleep. ഹല്ലേലൂയ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വളരുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വലിക്കുന്ന ശക്തി ഞാൻ തകർക്കുന്നു. Step forward, you're going or step backward. I rebuke that spirit. നിങ്ങളെ മടുപ്പുണ്ടാക്കുന്ന ശക്തികളെ യേശു നാമത്തിൽ ശാസിക്കുന്നു. Feeling, hallelujah, of tiredness, I rebuke that spirit. In the name of Jesus. നിങ്ങൾ ജീവിക്കണമെന്നൊരു തോന്നലുണ്ട്, അതിനെ ഞാൻ ശാസിച്ചു മാറ്റുന്നു. You have a feeling that I don't want to live anymore. I rebuke that spirit, Jesus. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിന്തകളിൽ എപ്പോഴും നിങ്ങളുടെ സംസാരത്തിൽ എങ്ങനെയും ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ മതി എന്ന ചിന്ത ഞാൻ ശാസിച്ചു മാറ്റുന്നു. Even in your thought and talk, how you say, I don't want to live anymore. I rebuke the spirit from your life in Jesus. കുടുംബജീവിതം മടുത്തു എന്ന് പറഞ്ഞ് നടക്കുന്ന ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. As people say, I am tired of my family life. I rebuke the spirit in അല്ല, Jesus. തലമുറകളെ ഓർത്ത് ഞാൻ ദുഃഖിക്കും, തലമുറയെ ഓർത്ത് മടുക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. So you say, I am tired of my children and my generation. പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. യേശുവിന്റെ നാമത്തിൽ പറ. അവരിലൂടെ ഞാൻ എന്റെ ഫ്രൂട്ട് ഞാൻ കാണും. Children in Jesus' name. നിങ്ങൾ നിങ്ങളുടെ പ്രായമായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വ്യാകുലത ചിന്ത വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ വരെ പ്രായത്തിൽ യേശു എന്നെ കരുതും. Some people are afraid of their old age, and in Jesus' name, God will protect you in your old age. നിങ്ങളുടെ കടഭാരം ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണം. പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ കടഭാരത്തെ ഞാൻ ശാസിക്കുന്നു. The spirit of death tendency, I rebuke the നാളത്തെ കുറിച്ച് നിങ്ങൾ വറിയിടാന്നുണ്ടോ? വറിയാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. tomorrow. The spirit in Jesus' name. എപ്പോഴും അസമാധാനം, യേശുവിന്റെ നാമത്തിൽ അസമാധാനത്തിന്റെ സ്പിരിറ്റ് ഞാൻ ശാസിക്കുന്നു. The peacelessness every time. I rebuke the peacelessness spirit in Jesus. എപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ കോളിളക്കം, എപ്പോഴും കാറ്റും കോളിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അതിനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മെറീൻ സ്പിരിറ്റ് ഞാൻ ശാസിക്കുകയാണ്. സകല ഭൂതങ്ങളിൽ അധികാരം തന്നിരിക്കുന്ന ആ സകല ഭൂതങ്ങളെ ഞാൻ പുറത്താക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാണി പല ശക്തികളും കത്തി ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ കാണി പിന്മാറ്റത്തിന്റെ ആത്മാവിനെ കാണിക്കും. ഞാൻ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ലാത്ത ആത്മാവിനെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു ഞാൻ അതിനെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. അടുത്ത 15 മിനിറ്റ് നിങ്ങൾ വീണ്ടും ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞെല്ലാം നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ശാസിച്ച് നിങ്ങൾ ജയമെടുത്താൽ 15 മിനിറ്റ് യേശുവിന്റെ നാമത്തിൽ. All demons come out in the name of Jesus. പാർട്സിലിരിക്കുന്ന ആത്മാവ് ഇറങ്ങിപ്പോട്ടെ, കണ്ണിലിരിക്കുന്ന ആത്മാവ് ഇറങ്ങിപ്പോട്ടെ, തലയിരിക്കുന്ന ആത്മാവ് ഇറങ്ങിപ്പോട്ടെ, ചിന്തകളിലിരിക്കുന്ന ആത്മാവ് ഇറങ്ങിപ്പോട്ടെ, ദേഹിയിലിരിക്കുന്ന ആത്മാവ് ഇറങ്ങിപ്പോട്ടെ. I command you right now, all ബോഷ്കിന്റെ ആത്മാവ് ഇറങ്ങിപ്പോട്ടെ, തവളയുടെ ആത്മാവ് ഇറങ്ങിപ്പോട്ടെ, എല്ലാ ഇസബേലിന്റെ ആത്മാവ് ഇറങ്ങിപ്പോട്ടെ. In the name of Jesus. കള്ളപ്രവാചകരുടെ ആത്മാവ് ഇറങ്ങിപ്പോട്ടെ. In the name of Jesus. എല്ലാം ഇറങ്ങിപ്പോട്ടെ. കള്ളത്തിന്റെ ആത്മാവ് ഇറങ്ങിപ്പോട്ടെ. പിശാചൻ, നീ കള്ളനാണ്, ഇറങ്ങിപ്പോ, നീ കൊലപാതകന, ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നീ മോഷ്ടാവാണെന്ന് ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സ്പിരിറ്റ് മാത്രം ഞങ്ങൾക്ക് മതി. In the name of Jesus. ശബറഖമാദി ഹാരിഖിമാല ശരഗദരാസ്തി നിങ്ങളുടെ ശരീരത്തിൽ ശക്തി ആവരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ശക്തി ആവരിക്കുന്നു. ശരീരത്തിൽ ഹീലിംഗ്സ് നടക്കുന്നു. യെസ്, നിങ്ങളുടെ ശരീരത്തിൽ ഹീലിംഗ്സ് നടക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റെടുത്തു. അത്ഭുതം നടക്കുന്നു. In the name of Jesus. Receive the power, receive the healings, receive the power, receive the healing now in the name of Jesus.
യേശുവിന്റെ രക്തത്തിൽ ശക്തികൾ ഒഴുകട്ടെ. In the name of Jesus. In Jesus' name I pray. Amen. 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 Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. പാസ്റ്റർമാരെ സമയം എടുത്താൽ അതിനുശേഷം നമുക്ക് ഇവർക്ക് സാക്ഷ്യത്തിനും സമയം കൊടുക്കാം. പാസ്റ്റർ ദൈവാലോചനയ്ക്ക് സമയം കൊടുക്കാം. ആരെങ്കിലും ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹീലിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ സമയമുണ്ട്. അതിന് മുന്നിൽ അല്പസമയം പാസ്റ്റേഴ്സ് സമയം എടുത്താലും. ഒരു റീത്തുപള്ളി എന്ന് പറയുന്ന മലങ്കര കത്തോലിക്ക പള്ളിയുടെ മത്ബഹ കാണാനിടയായി. അതില് ആത്രോണോസില് ഒരു യേശു ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം, സ്റ്റാച്ചു അല്ല, യേശുവിന്റെ ക്രൂശിതയായി കാണുവാനിടയായി. അതിനുശേഷം വീണ്ടും ഞാൻ കാണുന്നത് അവിടെ നിറയെ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ, ഒട്ടുമിക്ക ദൈവങ്ങളുടെയും പടം ഇങ്ങനെ അതിനകത്ത് ഞാൻ കാണുക. അതെ, ഒന്നോ രണ്ടോ അല്ല, മഹാവിഷ്ണു ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെ ഒത്തിരി. ഞങ്ങളുടെ ദേശം മാത്രമല്ല, എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദൈവദാസന്മാർ ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, സത്യസന്ധമായി നിൽക്കുന്നവർ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവരുടെ മേലെല്ലാം ഈ ശക്തി വന്നിട്ട് അവർ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ സ്വന്തം സഹായിക്കും. If you're earnestly praying for these people and the people who are ministering in spirit, all these miracles are going to happen to them. കർത്താവിന്റെ ദാസനെ ഞാൻ നിർത്തുന്നു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. മത്സ്യ പാസ്റ്റർ പറഞ്ഞാട്ടെ, വേറെ എല്ലാം ഉണ്ടോ? ഉണ്ട്, പലരും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. പാസ്റ്റേഴ്സിനൊക്കെ സമയമുണ്ട്. ഇപ്പൊ പാസ്റ്റേഴ്സിന് എടുക്കാനുള്ള സമയമാണ് കേട്ടോ. അതുപോലെ ദൈവദാസിമാർക്കുള്ള സമയമാണ്. ഞാൻ പേര് പറയുന്നില്ല. ദൈവദാസിമാർക്കും ഈ സമയത്ത് ഉപയോഗിക്കാം, സമയം എടുക്കാം. Pastors and pastors can sister. Father, we thank you in the name of Jesus. യേശുവിന്റെ ദൂതന്മാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. So the angels of Jesus is പല തരത്തിലുള്ള പല ശുശ്രൂഷയുള്ള പല റാങ്കിലുള്ള ദൂതന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The angels in different kinds and different rank, they are moving, they are descending. ചില ദൂതന്മാർ അത്ഭുതങ്ങളുടെ ദൂതന്മാരാണ്, ചില ദൂതന്മാര് രോഗശാന്തിയുടെ ദൂതന്മാരാണ്, ചില ദൂതന്മാര് ഭൂതങ്ങളെ പുറത്താക്കുന്നു. Some are for miracles, some are for healing, some are for casting demons out. ചില ദൂതന്മാർ ഈ അടിവേരുകൾ പറിച്ച് നീക്കുന്ന ദൂതന്മാരാണ്. Some are the uprooting, the deep roots, they are uprooting. ചില ദൂതന്മാർ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതം നീക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതം തകർക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ നിശ്ചിത ജസ്റ്റ് ടു സ്റ്റോപ്പ് ദ ലൈഫ് ഓഫ് യുവർ ചിൽഡ്രൻ, നിശ്ചിതത കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം അടച്ചു പൂട്ടാൻ നോക്കുന്ന പിശാചുക്കളാണ്, അതിനെ നീക്കാൻ വന്നിരിക്കുകയാണ്. Demons want to stop your children's growth and future. What does God is sending angels to destroy that demons. ചില ദൂതന്മാര് നിങ്ങളുടെ വീട്ടിൽ വരുന്ന നന്മകൾ കൊണ്ടുവന്ന് മോട്ടിച്ചുകൊണ്ട് പോകുന്ന, കവർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന പിശാചുകളെ മാറ്റാൻ വരുന്ന ദൂതന്മാരാണ്. Some angels are there to destroy the demons which are stealing your blessings from your house. ചില ദൂതന്മാര് എപ്പോഴും ഈ നിരാശ കൊണ്ടും തോൽവി കൊണ്ടൊരു പരാജയം കൊണ്ടൊരു പ്രയാസം കൊണ്ട് അങ്ങനെയുള്ള പിശാചുകളെ മാറ്റുന്ന ദൂതന്മാരാണ്. Some are destroying the demons, which bringing failure, destruction, and unhappiness in your house, and angels are working against those demons. ഈ തോൽവി പരാജയത്തിന് ബന്ധന കർത്താവ് അഴിക്കുകയാണ്. The failure is the bondage, and God is opening, that is releasing, set free that people from that kind of bondage. അതുപോലെ തന്നെ ഈ കണ്ണടപ്പിക്കുന്ന പിശാചിനെയൊക്കെ കർത്താവ് ഓടിക്കും. കണ്ണ് തുറക്കുക, കുരുടന്മാർക്ക് കർത്താവ് കാഴ്ച. The blinding spirit of demons, God is rebuking that spirit and God is opening the blind eyes. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സ്വരം നമ്മൾ നിൽക്കുന്ന ശക്തികളൊക്കെ കർത്താവ് മാറ്റുകയാണ്. ദൈവത്തിന്റെ വോയിസ്, പരിശുദ്ധാത്മാവിന്റെ വോയിസ്, യേശുവിന്റെ വോയിസ്, പിതാവിന്റെ വോയിസ് നമ്മളിലോട്ട് വരാതിരിക്കാൻ ആ വരുന്ന സൗണ്ട് വോയിസുകളൊക്കെ കർത്താവ് മാറ്റുക. There are some hindering spirits
which are hindering the voices of Father, Son, and Holy Ghost coming to you. And these demons, God is rebuking, and Jesus taking those away in Jesus. പലതരത്തിലുള്ള തെളിച്ചപ്പാടുകളുടെ അല്ലെങ്കിൽ അന്യ ദൈവങ്ങളുടെ അല്ലെങ്കിൽ മതത്തിന്റെ ശക്തിയിലൊക്കെ ദൈവം ഇറക്കി പോകാൻ വലിയ വലിയ ബിംബങ്ങൾ. Different kind of divination, spiritual divinations against my God's children, and God is rebuking the spirits. ദൈവം നിങ്ങളുടെ തലമുറ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ സർപ്പങ്ങളെ ദൈവം എടുത്ത് മാറ്റും. And God is stopping your children's from reaching their divine destination. And that kind of spirits God is rebuking. ശക്തികളൊക്കെ മാറ്റില്ല. And there is the demon spirits which is stopping people from on the way, attacking the people on the way. That kind of spirits and God is rebuking. മുന്നോട്ട് വിടത്തില്ല. യാത്ര തുടങ്ങും, പക്ഷെ വഴിക്ക് വെച്ച് എബ്രഹാമിന്റെ പിതാവ് ഇടയ്ക്ക് വെച്ച് ഹാരാനിൽ നിന്ന് പോയി, മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞതുപോലെ എബ്രഹാമിന്റെ പിതാവിനെ തടഞ്ഞു. പക്ഷെ എബ്രഹാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ വാഗ്ദാന ഭൂമിയിലോട്ട് എബ്രഹാമിനെ കൊണ്ടുപോയി, ഇസ്രയേലിലോട്ട് ജനത്തെ കൊണ്ടുപോയി, അല്ലെങ്കിൽ യോസേഫിനെ മിസ്രൈമിൽ കൊണ്ടുപോയി. ആ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ എത്തിക്കേണ്ടടത്തോട്ട് എത്തിക്കാൻ തീരുമാനമെടുത്ത് നിങ്ങൾക്കാണ്ടി വഴി തുറക്കുകയാണ്. God is opening your road, your path to the divine destination. The enemy is bringing some hindering spirit. God is rebuking the spirit, and God is opening your path to the divine destination. അതുപോലെ തന്നെ നിങ്ങളുടെ പലരുടെയും ജോലിയിലും ചെറിയ ചെറിയ ചെറുതിനാണെങ്കിൽ ഉള്ളുകൾ അല്ലെങ്കിൽ ജോലിയിലെ തടവും ജോലിയിലെ തടവിനും ജോലിയിലെ കൊണ്ടുവന്ന ദൈവം മാറ്റും. In your workplace, some people, they have little problems like tears, a little feeling Diabetes. Can you hear me? Diabetes. Can you hear me? Yeah. Diabetes problems, heart problems. Then when Pastor Sheena was talking about the bones, God already talked to me about bone problems are getting healed. Bone pains, arthritis, joint pains, so body pains. All those God is healing. Today, we were worshiping. Then like the river is full of water, God is filling with His Spirit in our mind, body, and emotions. In every areas, not just body, mind, body, spirit. Every part of our body, God is filling with the Spirit, and the bondages are broken. Like Samson's bondages are broken with like a top in the fire. തീതൊട്ട് ചണങ്ങിലൂടെ കരിഞ്ഞു അതുപോലെ Holy Ghost is losing some people's bondages. And ഞാന് പൂകൊണ്ട് നിറയും. നമ്മള് in book of Isaiah 6 we know the temple is filled with God's presence. അതുപോലെ once we were worshiping, our houses were like I could see a dark cloud. The house got kind of dark with a cloud. ആലയം പൂകൊണ്ട് നിറയുന്നത് കാണാൻ പറ്റി. Amen. Thank you, Jesus' name. Thank you, Holy Spirit. Thank you, Father of God. വലിയ കാര്യങ്ങൾ ദൈവത്തിനകത്ത് ചെയ്യുവാനുണ്ട്. നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് സമയങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരായിട്ട് സമയമെടുത്ത് പെട്ടെന്ന് 1-2 മിനിറ്റ് പറയാനുള്ള കാര്യങ്ങളുള്ളൂ. പെട്ടെന്ന് എടുത്ത് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗഖ്യം വന്നിട്ടുണ്ടെങ്കിൽ പറയാം. കർത്താവ് സംസാരിച്ച കാര്യം പറയാം. ഞാനിപ്പോൾ ഓരോരുത്തരെ പറയാം. സിസ്റ്റർ ദേവദാസി പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. ആദ്യം നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ വളരെ വലിയ പ്രകാശം അങ്ങനെ അടിക്കുക. വലിയ ഒരു ഫുള്ളങ്ങ് നല്ല ഒരു സ്വർണ്ണ കളറിലുള്ള പ്രകാശം. അതിനകത്ത് 2 പ്രാവശ്യം എഴുതി കാണിച്ചു. പക്ഷെ അതെനിക്ക് വ്യക്തമായില്ല. 2 പ്രാവശ്യം അതിനകത്തൂടെ ഇങ്ങനെ എഴുതി കാണിച്ചു. അത് ക്ലിയർ ആക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷെ അത് ആ പ്രസൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഒത്തിരി അനുഗ്രഹമായിരുന്നു. പിന്നെ വചനം പറഞ്ഞതിന് ശേഷം അടിപൊളിരാൾ സൗഖ്യം ഇങ്ങനെ പല വചനങ്ങൾ ആ ഫസ്റ്റ് പറഞ്ഞ വചനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അന്യഭാഷയെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബോഡി റിന്യൂവൽ, ഒരു പുതിയ ബോഡി ആവുന്നത് പോലെ. ഞാൻ കുറച്ച് സമയം ഇരുന്നപ്പോ എന്റെ ബോഡിയെല്ലാം ഒരു വേദനയായിരുന്നു, ബോണൊക്കെ ഇങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബൈബിൾ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ബോഡി മുഴുവൻ ഒരു പുതിയ ഒരു അനുഭവം പോലെ എനിക്ക് വലിയൊരു സാക്ഷ്യം. ഇങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എനിക്ക് അനുഭവപ്പെടാനിടയായി. പിന്നെ
വളരെ ഒരു പുതിയ ഒരു പിന്നെ അന്യഭാഷ വചനം പറഞ്ഞതിന് ശേഷം അന്യഭാഷയ്ക്ക് ഒരു വ്യത്യാസം, ഒരു വളരെ പവർ പാസ് ചെയ്യുവാനിടയായി. അതെനിക്ക് വളരെ കൂടിക്കൊരു ബലമായി. അതിലുപരി ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞിരിക്കുക, നിറഞ്ഞങ്ങ് അതിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരവസ്ഥ. അത് പറയാൻ പറ്റാത്ത ഒരു ബോഡി ഇങ്ങനെ വളരെ പിന്നെ എന്താ നമ്മളെ നിറച്ചു നിൽക്കുന്ന ഒരു ഫീൽ ചെയ്യുന്ന സന്തോഷം കൊണ്ട് നമ്മുടെ ഭക്തിയിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവരായിരുന്നു. സിസ്റ്റർ നിവാസിക്ക് ഈ വയറിന് വേദന ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ പെയിൻ ഉണ്ടോ? അതെ അതെ, വയറിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഒരു സൗഖ്യം വരുന്നത് കർത്താവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. വയറ് ലെഫ്റ്റ് സൈഡില് വയറിന്റെ എന്തോ അകത്തൊരു പെയിൻ ഇപ്പൊ കർത്താവിന്റെ സൗഖ്യമാകും. സിസ്റ്റർ സൗഖ്യമാക്കുന്നു ഇപ്പം തന്നെ, ഇപ്പോഴും സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തോട് സൗഖ്യമാകട്ടെ. എനിക്ക് എന്റെ വയറിന് ഫീൽ ചെയ്യുന്നുണ്ട് ചോദിച്ചു. ലെഫ്റ്റ് സൈഡില് പുക്കളിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഭാഗത്തായിട്ട് ഒരു സൗഖ്യം കർത്താവ് ഇപ്പം തൊടുന്നുണ്ട്. അവിടെ ഒരു ഹീലിങ്സ് നടക്കുക. Is that Sister Udara? Yes. When you were speaking tongues, your tongue, God helped me to interpret. God said, "You are the light of the world." When you go places, that light was shining upon you, and you were. That God told me that God says, even out of the river of Holy Spirit, drink it, and it will come like river, like Holy Spirit will flow from Him. But wherever you go, God will influence you. God will influence people through you, through the light and the Holy Spirit power for you. Amen. എനിക്ക് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ട്രിനിറ്റിയുടെ പാസ്റ്റർ തനിയല്ല അവിടെ ഇരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടെ പ്രസൻസ്, സ്വർഗത്തിന്റെ ഒരു അനുഭവം ഞാൻ കണ്ണുടച്ചിരുന്നപ്പോ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എനിക്ക് അതൊരു പുതിയൊരു അനുഭവം. എനിക്ക് അങ്ങനെ ട്രിനിറ്റിയുടെ അത് നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും എനിക്കത് അനുഭവപ്പെട്ടായിരുന്നു. അത് പിന്നെയും വീണ്ടും ആ ഒരു അനുഭവത്തിലാണ് പാസ്റ്റർ അങ്ങനെ ആ ട്രിനിറ്റിയുടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ അകത്താണ് പാസ്റ്റർ, അത് ഗ്രൂപ്പില്. ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിനിറ്റിയുടെ അത് പുതിയൊരു അനുഭവം. മറ്റേ പത്തിൽ പറഞ്ഞ പോലെ പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു ദേവദാസൻ പറഞ്ഞ മാലാഖമാർ ഇങ്ങനെ ദൂതന്മാരുടെ ഒരു കൂട്ടം അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു അനുഭവം കർത്താവ് തന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി. ഒരു കാര്യം കൂടെ പക്ഷം പറഞ്ഞതാണ്, ആക്സിഡന്റ് വരാതെ സൂക്ഷിക്കണമെന്ന്. വഴി പതിയിരിക്കുന്ന ശത്രുവുണ്ട് പലർക്കും എതിരെ. നമ്മള് ഇറങ്ങുമ്പോ എല്ലാം ആരാധിച്ചിട്ട് പോകണമെന്ന്. സോ ദർ ഇസ് enemy hiding, laying in wait to attack people. So speak in tongue and pray before you travel your journey, even while you are in the car. Even especially if you know, Pastor, there is people coming against you like that. I don't know, people ganging up groups. അതിന് വേണ്ടി പ്രാർത്ഥിക്കണോ, പാസ്റ്റർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാട്ടെ. ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. പാസ്റ്റർ, പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങള് ഫാമിലി ആയിട്ട് ഇന്ന് ഇപ്പം സഹോദരി ഇപ്പൊ ഈ കാര്യം പറയുകയും ചെയ്തപ്പോ ഞാന് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നതാണ്. ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ഇന്ന് ചിക്കാഗോയ്ക്ക് ഡ്രൈവ് ചെയ്ത് കടന്നു പോവുകയാണ്. അവിടെ ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വിഷയത്തെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. വണ്ടി ഓടിക്കുന്നത് ഞാനും എന്റെ പിള്ളേരും കൂടെ. ഒരു ആക്സിഡന്റ് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചു. ആക്സിഡന്റ് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചാൽ ഒരു ട്രക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ അത് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചാൽ എല്ലാവരും സൂക്ഷിച്ച് ഓടിക്കണം. വണ്ടി ഓവർ സ്പീഡ് ഉണ്ടാകാൻ പാടില്ല. അച്ഛൻ്റെ മനസ്സിലോട്ട് ദൈവാത്മാവ് തന്ന ഒരു ആലോചനയാണ്. നിങ്ങളുടെ വണ്ടി സ്മാഷാക്കി കളയുന്നവരെ കാണുന്നത്, സ്മാഷാക്കി കളയുന്നവരെ കാണുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ദൈവദാസനും കുടുംബം യാത്ര ചെയ്യുമ്പോൾ ദൈവം സഹായിക്കാൻ പ്രാർത്ഥിച്ചാൽ. കർത്താവേ നന്ദി,
ദിവസം കുടുംബം യാത്ര ചെയ്യുമ്പോൾ ദിവസസൂക്ഷിക്കാൻ പരിപാലിക്കണം, ഉള്ളംകൈ വഹിക്കണം. യേശുവിന്റെ നാമത്തിൽ രക്തത്താല് ഞങ്ങള് ദാസനെയും കുടുംബത്തെയും ആ വാഹനത്തെ മുദ്രയാണ്. കടന്നു പോകുന്നവർ എല്ലാ ദൂതന്മാരെ കാവൽ നടത്തുന്നതിനായ സ്തോത്രം. ഉള്ളംകൈ താങ്ങുന്നതിന്, ഉള്ളംകൈ സൂക്ഷിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമീൻ. നല്ലപോലെ പ്രാർത്ഥിച്ച് സൂക്ഷിച്ചു പോകണമെന്ന് കർത്താവ് പറയുന്നു കേട്ടോ. എന്നാ ദൈവം കൂടെ ഉണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു ബാഗിനകത്ത് മീൻസ് വലിയൊരു എന്താ പറയുന്നത് നെറ്റിന്റെ അകത്ത് ആക്കി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നത് പോലെ അങ്ങനെ ദൈവം കൊണ്ടുപോകുന്നത്. വലിയ പ്രൊട്ടക്ഷനിലാണ് ദൈവം കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഓക്കെ, ഈ ദേശാധിപത്യം നമ്മൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം. പല ദേശാഭിഷക്തികളുണ്ട്. ഞങ്ങൾ ബോസ്റ്റണിൽ നിന്ന് ടെക്സസിലോട്ട് മാറുമ്പോഴത്തേക്ക് ടെക്സസ് ബോർഡർ വെച്ച് ഞങ്ങൾക്ക് ആക്സിഡന്റ് ആയിട്ടോ. എൻ്റെ വണ്ടി മുഴുവൻ ചീത്തയായി. വലിയ ഞങ്ങളുടെ ടയർ പൊട്ടി, റിമ്മ് ഒടിഞ്ഞു പോയിട്ട് വണ്ടി റോഡിൽ കിടന്ന് കറങ്ങി. ഞാനും എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. എന്നിട്ട് പോയി ട്രക്കയിലിടിച്ചിട്ട് അതിൻ്റെ വണ്ടി മുഴുവൻ നശിച്ചു പോയി. അപ്പം എന്നെ ഒരു ദൈവദാസൻ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ബോസ്റ്റണിലെ ദേശാഭിഷക്തി എനിക്കിട്ട് അറ്റാക്ക് ചെയ്തത് മനസ്സിലായോ? അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ പിശാചിനെ ഞങ്ങൾക്ക് പറയുന്നതാണ്, ആ പിശാചിനെ അറ്റാക്ക് ചെയ്യേണ്ട ബോർഡർ അവിടെ വരെയുള്ളൂ. ഏതാ? ടെക്സസിന്റെ ബോർഡറാണ്. അതിനുശേഷം ടെക്സസിലോട്ട് കടന്ന് ഞാൻ അടുത്ത ബോർഡറായി, അടുത്ത ആളുടെ അതോറിറ്റിയിലായി. അപ്പൊ അതിന് മുന്നേ അവൻ അറ്റാക്ക് ചെയ്യണം, അതുവരെ നോക്കിയിരുന്നു. അവിടെ വെച്ച് എനിക്കിട്ട് അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് എൻ്റെ വണ്ടിയും പോയി. അതിനുശേഷം ഞങ്ങൾ പോലീസിനെ കൊണ്ടുപോയി, ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ടെക്സസിൽ വരുന്നത്. അപ്പം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ദേശാഭിഷക്തികളുണ്ട്. നമ്മളെ തൊടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കണം. വേറെ അടുത്ത ആൾക്ക് വചനം ദൈവം തന്നു. ഭയങ്കര അനോയിറ്റിംഗ് ആയിരുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശക്തമായ വിടുതലിൽ നടന്നു. ദിവസങ്ങളിൽ സംശയിക്കാതെ നിങ്ങൾ ഈ വചനം പറഞ്ഞു നടക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിക്കണം. പരിശുദ്ധാത്മാവിന് കീഴടങ്ങി പരിശുദ്ധാത്മ പറയുന്നതനുസരിച്ച് നടന്നാൽ വലിയ മിറക്കിൾസ് കാണാൻ പറ്റും. വചനം പറഞ്ഞ് നിങ്ങളിങ്ങനെ വചനം പറഞ്ഞ് പരിശുദ്ധാത്മയെ പറഞ്ഞു നടക്കണം. യേശുവിന്റെ അടിപ്പണ്ടകളാണെങ്കിൽ സൗഖ്യം വന്നിരിക്കുന്ന 3 മണ്ഡലങ്ങളിൽ സൗഖ്യം നടക്കും. നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കും, നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങളിൽ നടക്കും, നിങ്ങളുടെ രോഗ അല്ലെങ്കിൽ തുറന്നത് നിങ്ങളുടെ സിന്ന് പാവമണ്ഡലങ്ങളിൽ നടക്കും. ഇതെല്ലാം അവിടെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി യേശു നമുക്ക് കാൽവറി കയറിയത് ഒരു രോഗസൗഖ്യം തരാൻ വേണ്ടി മാത്രമല്ല, ഒരു രക്ഷ തരാൻ വേണ്ടി മാത്രമല്ല. രക്ഷയാണ് ഏറ്റവും പ്രാധാന്യം, നമ്മുടെ രക്ഷയാണ് ഏറ്റവും പ്രാധാന്യം. പക്ഷെ ഇതിലൂടെ എല്ലാം ഉണ്ട്. കർത്താവ് നമ്മളെ രക്ഷ അനുഭവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്, നമുക്ക് വേണ്ടിയാണ്. അതാണ് മെയിൻ അതാണ് നമ്മളെങ്ങനെ നിത്യത ചെല്ലണം. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നിത്യത ഉദ്ദേശിച്ചാൽ യേശുവിനെ മീറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും ഓർത്തോണം. നിത്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. നമ്മൾ യേശുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചേർന്ന്, യേശുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നല്ലൊരു അവിടെ ചെന്നിട്ട് ഞാൻ സ്വർണ്ണത്തെ രീതിയിലൂടെ നടക്കുന്നതും, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രൂട്ട് കഴിക്കുന്നതും, അല്ലെങ്കിൽ അതൊന്നും അല്ല നമുക്ക് മെയിൻ അല്ലെങ്കിൽ ദൂതന്മാരെ കാണുന്നത്, അതൊന്നും അല്ല. അതൊക്കെ ഒരു സൈഡ് മാത്രമല്ല. യേശുവിന്റെ സാന്നിധ്യത്തിൽ അവിടെ ഇരിക്കുക, യേശുവിൻ്റെ കൂടെ നടക്കുക, യേശുവിനോട് സംസാരിക്കുക, അല്ലെ യേശുവായിട്ട് നമുക്ക് ആ സ്നേഹം പങ്കിടുക. അതാണ് അവിടെ കാണുന്നത്. അതാണ് മണവാട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മണവാളും മണവാട്ടി എങ്ങനെയാണ് അവരെങ്ങനെയായിരിക്കുന്നത് അതുപോലെ നമ്മൾ യേശുവായിട്ട് അവിടെ ആയിരിക്കണം. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, അൾട്ടിമേറ്റ് ഉദ്ദേശം അതാണ്. നിത്യതയാണ് ഉദ്ദേശം, ബാക്കിയെല്ലാം സൈഡാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പാപം നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ തൊടാതിരിക്കാൻ ശ്രമിക്കുക. ആ പാപം നമ്മൾ അഡിക്ഷൻ വരുമ്പോൾ പറയും, യേശുവിൻ്റെ അടിപ്പണ്ടലുകളാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന ഈ പാപത്തിന്റെ സ്വഭാവത്തെ ഞാൻ ശാസിക്കുന്നു. അപ്പോൾ അത് വിട്ടുമാറും. അതിന്റെ പുറകിൽ സ്പിരിറ്റ് ആണെങ്കിൽ ആ സ്പിരിറ്റ് പോലും നമ്മളെ ഇന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കിയല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്പിരിറ്റ് പോലും വിട്ടുപോകും. ഇനി ദൈവന്റെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ അതിനെ ശാസിച്ചില്ലെങ്കിലും ആ വചനത്തിന് ശക്തി അത് വിട്ടുമാറുവാനിടയാവും. നമ്മളറിയാതെ തന്നെ ആ വചനത്തിൻ്റെ അകത്ത് പല മണ്ഡലങ്ങളോടെ സഞ്ചരിക്കുന്നത്. ആ വചനം വാളാണ്, ആ വചനം ചുറ്റികയാണ്, ആ വചനം തീയാണ്. ഓക്കെ, അത് തീ ദഹിപ്പിച്ച് കളയും, അടിച്ച് പൊടിക്കേണ്ടത് പൊട്ടിക്കും, അത് അറക്കേണ്ടത് അറക്കും. പിശാചിനോട് നിൽക്കാൻ പറ്റത്തില്ല, ഡീമൺസ് നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് എന്തെങ്കിലും സാക്ഷ്യമോ പറയാണെങ്കിൽ പറഞ്ഞാൽ അതിന് നിർത്താൻ പോവാം. പ്രാർത്ഥനാ വിഷയമോ സാക്ഷ്യമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ 1 മിനിറ്റൂടെ ദിവസം നമുക്ക് സമർപ്പിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫിലിപ്പാസ് പ്രാർത്ഥിക്കില്ല പറഞ്ഞാൽ ആരാധ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില മണ്ഡലങ്ങളിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ക്ലാസ്സിലൂടെ ഈ മീറ്റിങ്ങിലൂടെ അറിയാൻ കഴിഞ്ഞു. നമുക്ക് പലതും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതല്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതൊക്കെ.
അതൊക്കെ പുതിയ ഒരു അനുഭവം, ഒരു പുതിയ സ്റ്റഡി ആയിരുന്നു. ഏതായിരുന്നു അത് സിസ്റ്റർ? അതിന്റെ നമുക്ക് പോയിന്റ് എന്ന് പറയാം, ഞാൻ ഓർക്കുന്നില്ല, ഒന്ന് പറയാം. നമ്മൾ ഈ ആത്മാവിൽ ഇങ്ങനെ വിട്ടു പോകുന്ന പറഞ്ഞു പോകുന്നുണ്ട്, നമുക്ക് പിടി കിട്ടത്തില്ല. ഭൂതങ്ങൾ കാരണം നമുക്ക് ഈ പിന്നെ പൈശാചികമായ ബന്ധനങ്ങൾ നമുക്ക് അങ്ങനെയുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതുപോലുള്ള കുറെ സ്റ്റഡി അതിനകത്തുണ്ട്. പിന്നെ ഒരു ലിസ്റ്റ് പോലെ പാസ്റ്റർ എന്ന് പറഞ്ഞു. അതിപ്പോ കുറച്ച് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി ഇത് മറ്റേ യൂട്യൂബിൽ ഇടുമ്പോ ഞങ്ങൾ എഴുതിയെടുത്തോളാം. പക്ഷെ അതെല്ലാം പുതിയ അനുഭവം. ഇതൊന്നും നമ്മൾ ചെയ്ത് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഇന്ന് വചനം പറയുമ്പോൾ ഭയങ്കര ഡ്രൈനസ് ആയിരുന്നു. പൊതുവെ ഒരു 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 എന്താ പറയുക, ഒരു ഫ്ലോ കിട്ടുന്നില്ല. കാരണം എനിക്ക് അന്നേരം മനസ്സിലായി ഇതിൻ്റെ അകത്ത് അറ്റാക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് ഫ്ലോ പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ ദൈവം പറയാനിടയായി. അതെ. വചനം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ ശത്രു തോറ്റുപോകും. കാരണം അതിന്റെ മേൽ നമ്മൾ ജയം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വചനം പറഞ്ഞ ആത്മാവിൽ പറഞ്ഞപ്പോഴാ പവർ അതിന്റെ ഫുൾ സൗഖ്യത്തിലേക്കും അതിന്റെ വിടുതലുകളിലേക്കും എനിക്കൊക്കെ അനുഭവപ്പെട്ടു എനിക്കറിയില്ല. അത് വലിയൊരു ഇതായിരുന്നു. അത് ആത്മാവിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് അറിയാം. നമ്മളിപ്പോൾ ഒരു 10-30 പേര് 35 പേര് കൂടിയെങ്കിലും ഒരാള് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ചിന്തിച്ചോണം. നമ്മുടെ ചർച്ചിൽ ഇപ്പോൾ 50 പേരുണ്ട്, 30 പേരുണ്ട്, അല്ലെങ്കിൽ 100 പേരുണ്ട്. നിങ്ങൾ ഒരാൾ എതിർത്താൽ മതി. നിങ്ങളുടെ മനസ്സ് ഒരാൾ അല്ലെങ്കിൽ ഹൃദയം ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ ആത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരാൾ ഇത് കാണാൻ വന്നിട്ടുണ്ടെങ്കിലും ആത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതൊരു നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ. കാരണം പത്രോസ് ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക്, പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ഐക്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അപ്പോൾ ഒന്ന് ഐക്യത വേണം, 2 ശ്രദ്ധയും വേണം. അതിനാണ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റത്തില്ല. ഞാൻ യുവരാജോട് പറയാമല്ലോ, കോമൺ ആയിട്ട് പറയാം കേട്ടോ. ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ മീറ്റിങ്ങിൽ ഡിസ്ട്രാക്ഷൻസ് വന്നോ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫോണ് ഡിസ്റ്റർബൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ മ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം അതാ. അല്ലെങ്കിൽ അത് അപ്പം ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ആത്മാവ് കട്ടായി പോകും. അപ്പം ഒന്ന് ഡിസ്ട്രാക്ഷൻ നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകുന്ന കാര്യമാണ്. ഡിസ്ട്രാക്ഷൻസ് വന്നോ പോയി. 2 പിശാച് പറയുന്നത് എന്താണ്? ഐക്യത കളയും. ഐക്യത നിങ്ങൾ ഒരിക്കലും എന്താ പറയുന്നത്, എന്താ സംഭവിക്കുന്നത് കാണാൻ പോരുത്. നിങ്ങൾ അവിടെ പ്രാപിക്കാൻ വേണ്ടി വേണം പോകാൻ. നിങ്ങളുടെ ഒരു സഭായോഗമായിക്കോട്ടെ, ചെറിയ ശുശ്രൂഷ ആയിക്കോട്ടെ, നിങ്ങളുടെ അതിനകത്തിരിക്കുന്ന ദൈവാസ വലിയ കൃപയും കൃപാവരങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാപിക്കാൻ പോയി നോക്കിയാൽ അന്ന് പറയുന്ന വചനം നിങ്ങളോടായിരിക്കും, അന്ന് പറയുന്ന ദൂത് നിങ്ങളോടായിരിക്കും. അപ്പം അങ്ങനെ ഒരു മനസ്സ് ദൈവം എപ്പോഴും നോക്കണം. ഹൃദയം ദൈവം നോക്കുന്നുണ്ട്. അവിടെയാണ് സൗഖ്യം വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പൂർണ്ണ ഹൃദയം ദൈവം കൊടുക്കുക. അത് കർത്താവ് പൂർണ്ണ ഹൃദയം, കർത്താവ് ആഗ്രഹിക്കുന്ന പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്. യേശു പറഞ്ഞത് പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ഹൃദയം. നമ്മളങ്ങനെ പറഞ്ഞു നടക്കണം. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്. നമ്മുടെ വചനം നമ്മൾ തന്നെ പറയണം. അപ്പോഴാണ് നമ്മുടെ ചെവിക്കകത്ത് കേൾക്കും. അവിടെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. നമ്മളെ നെഗറ്റീവ് വേർഡ്സുകൾ നമ്മൾ ഇത് പറയാൻ പാടില്ല. പറഞ്ഞുകൂടി നമ്മൾ തന്നെ പറയണം. നമ്മൾ പോസിറ്റീവ് തന്നെ പറഞ്ഞു നടക്കണം. ഞാൻ സൗഖ്യമാവും, യേശുവിൻ്റെ അടിപ്പണ സൗഖ്യം വന്നിരിക്കുക, എൻ്റെ കടഭാരം മാറും, ഞാൻ അഭിഷേകം പ്രാപിക്കും, ഞാൻ വിശുദ്ധിയാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ നിശ്ചിതയിൽ പോകും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കടം മാറും, എൻ്റെ മിനിസ്ട്രി അനുഗ്രഹം, ഇങ്ങനെ പറഞ്ഞു നടക്കണം. പിശാചിനെ അവിടെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളുടെ വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. നിങ്ങളുടെ വചനം പവറാണ്. The word is full of power. Say the word and receive the word. Then you will see miracles in your life. നിങ്ങൾ ഇതിനോട് കൽപ്പിക്കണം. എന്താ പറയുക, നിങ്ങൾ പ്രകൃതിയോട് കൽപ്പിക്കണം. എപ്പോഴും പറയണം, പ്രകൃതി മഞ്ഞ് മാറട്ടെ, മഴ മാറട്ടെ, യേശുനാഥ് തടസ്സം മാറട്ടെ, മഞ്ഞ് മാറട്ടെ, മഴ മാറട്ടെ, ഇങ്ങനെ പറഞ്ഞണം. യേശുനാഥ് എത്രയോ പ്രാവശ്യം ഞാനത് വലിയ ബ്ലോക്സിൻ്റെ അകത്ത് കിടക്കുക, സൂക്ഷിക്കുമ്പോൾ വലിയ ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാം, യേശുനാഥ് ബ്ലോക്സ് മാറട്ടെ, യേശുനാഥ് ബ്ലോക്ക് മാറട്ടെ, ഇങ്ങനെ പറഞ്ഞു നടക്കും. പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്ലോക്സ് എല്ലാം എങ്ങോട്ട് പോയെങ്കിൽ മഞ്ഞുരുകി പോകുന്ന പോലെ ബ്ലോക്കുകൾ മാറും. മനസ്സിലായി? മഞ്ഞുരുകി പോകുന്ന പോലെ ബ്ലോക്കുകൾ. മഴയോ മഞ്ഞ് എന്ത് വന്നാലും നമുക്ക് കൽപ്പിക്കണം. ദൈവം അധികാരം, എന്ത് നിങ്ങളുടെ മുന്നിൽ അധികാരം തന്നിരിക്കുക. അതിൽ God has given you authority, and you, when you're looking, the rain will go, the snow will go. So you have power to command. സമസ്വഭാവനം. ആരെ സമൂഹം? എലിയാവ് അല്ലെ? എലിയാവ് സമസ്വഭാവനം. നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള ആളായിരുന്നു. Elijah was a man like passions like us. നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ ആ പറച്ചിലാണ് നിൽക്കുന്നത്. അധികാരത്തിൽ പറയുമ്പോൾ അവിടെ നിൽക്കും, മഴ നിൽക്കുമായിരുന്നു. When you spoke in authority, the rain will stop. അതാണ് നമ്മൾ അധികാരം ഉപയോഗിക്കണം. നമ്മൾ ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ ഡൗട്ട് ഉണ്ട്. പനി ഒരു തലവേദന വന്ന് അന്നേരം പറഞ്ഞേക്കണം, ഇത് പറ്റത്തില്ല, ഇറങ്ങി പോകാൻ പറയണം. യേശുവിന്റെ നാമത്തിൽ ഈ തലവേദന ഇറങ്ങി പോകാൻ പറയണം. You command your headache and get out. Then it will go.
നിങ്ങളുടെ വിരലിനൊരു വേദന തുടങ്ങുമ്പോഴേ പറഞ്ഞേക്കണം യേശുവിന്റെ നാമത്തിൽ വിരലിനെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. Do not doubt when you have finger pain, നിങ്ങൾ- command your finger pain or leave in Jesus' name. നിങ്ങളുടെ വയറിന് വേദന എന്ത് വേദനയാണ്, നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് വിശപ്പില്ലെങ്കിൽ പറയാം യേശുനാഥന്റെ വിശപ്പ് മടങ്ങി വരട്ടെ. നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ബലഹീനത വരുമ്പോഴേ പറഞ്ഞേക്കണം യേശുവിന്റെ നാമത്തിലൂടെ സൗഖ്യം വന്നിരിക്കുന്നതിന് ആവശ്യം. നമ്മുടെ വായിക്കാത്താണ് പവർ ഇരിക്കുന്നത്. The power is on your tongue. So use the tongue with authority, then use the miracles. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ആ വചനങ്ങളുടെ പറയുമ്പോഴത്തെ വചനത്തിന് ആ ശക്തി പ്രാപിക്കും. ആ വചനമാണ് നമ്മളിൽ ശക്തി വ്യാപരിക്കുന്നത്. When you feel the Holy Spirit speak the word of God, then you see the word in power. You see the. നിങ്ങൾ 100 പ്രാവശ്യം വചനം പറയുന്നതും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അതിന്റെ റിവലേഷനിൽ വചനം പറയുന്ന വ്യത്യാസമുണ്ട്. അവിടെയാണ് ശക്തി വ്യാപരിക്കുന്നത്. In the revelation, what is the miracle? നമ്മൾ അതിനാണ് വചനം ധ്യാനിക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് റിവലേഷൻ കിട്ടണം. വചനത്തിന്റെ റിവലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് പവർ ഉണ്ടെന്ന് മനസ്സിലാവും. വചനത്തിന് അവിടെയാണ് പവർ ഇരിക്കുന്നത്. The revelation of the word of God. ഹല്ലേലൂയ. നിങ്ങളുടെ കാലിൽ നീരാണ് പറഞ്ഞത്, കാലിനെ നോക്കിയിട്ട് പറയണം നീരിവിടെ വെക്കാൻ എനിക്ക് നടക്കേണ്ട ആളാണ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ സൗഖ്യമാണെന്ന് പറയണം. The swelling on your legs, command to the legs. നിങ്ങളുടെ കിച്ചണിൽ ആഹാരമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ ആഹാരം എന്ന് പറയണം യേശുവിന്റെ നാമത്തിൽ ഇവിടെ ആഹാരം വരട്ടെ. ഇവിടെ എന്റെ 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 ചട്ടിയും എന്റെ പാത്രം ആ ഒരു ഇതുണ്ടല്ലോ വേർഡുണ്ട്. മാവ് തുറയ്ക്കുന്ന കൊട്ടിയും ഭരണിയും എണ്ണ നിറയ്ക്കുന്ന ഭരണിയും ഇവിടെ തീരാൻ പാടില്ല. ഇത് നിറയണമെന്ന് പറയണം. അപ്പം വരും അത്. Command to the vessels in your kitchen and let it be overflow with food. Then you have them. നിങ്ങൾക്ക് എന്താ ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് ഈ ഭക്ഷണം കഴിക്കണം. അത് വന്നിരിക്കും നിങ്ങൾക്ക്. What kind of food you want to eat? Tell Jesus and you see that food in your kitchen. ഹല്ലേലൂയ. അതിനാണ് കിങ്ലി അനോയിന്റിംഗ് എന്ന്. നമ്മൾ കിങ് ആണ്. ആക്ച്വലി കിങ്ലി അനോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിങ് ആണ്, രാജാക്കന്മാരാ, നമ്മൾ രാജകുമാരന്മാരാ, അല്ല രാജകുമാരികളാ. That's anointing. Once you command, it will happen. നിങ്ങൾ ദരിദ്രരല്ല. നിങ്ങൾ പറ യേശു നമുക്ക് വേണ്ടി ദരിദ്രനായത്. നമ്മൾ ദരിദ്രരല്ല. We are not poor people. We are not beggars. ഹല്ലേലൂയ. നമുക്ക് ദരിദ്രത്തിൽ നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. God will not make you walk in poverty. പ്രൈസ് ഗോഡ്. കാരണം നമുക്ക് വേണ്ടി കർത്താവ് ദരിദ്രനായി തീർന്നു. Jesus become poor to make us rich. നമ്മള് കർത്താവിന്റെ വചനം പ്രവൃത്തി പറയുന്നതിന് മരണവും ജീവനും നിന്റെ നാവിന്മേലിരിക്കുന്നു. In Proverbs it says the power of life and death is on your tongue. അതിന്റെ ഫ്രൂട്ട് നീ അനുഭവിക്കുന്ന പറയുന്നത്. The one who enjoys use it will enjoy the fruit. നീ മരണം പറഞ്ഞു കഴിഞ്ഞാൽ നീ നെഗറ്റീവ് പറഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട് നീ അനുഭവിക്കും. സിമ്പിൾ. If you speak death, you will see death. നീ ഫ്രൂട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട് നീ അനുഭവിക്കും. If you speak good things, then you will see the good things in your life. സിമ്പിൾ. അത് സിമ്പിളാണ്. നമ്മുടെ വായിക്കാത്താണ് എല്ലാം ദൈവം തന്നിരിക്കുന്നത്. God has given everything upon the power of. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് രോഗം നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരത്തില്ല. If you practice, you will not see sickness in your family. ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. The poverty will not. You will not see poverty. ഞാൻ എന്താ പറയുന്നത്, നമ്മളെ ദുരാഗ്രഹമല്ല പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ചെയ്തു തരും. God will give you the needs of your life. നിങ്ങളുടെ ദിവ്യാഗ്രഹമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം ചെയ്തു തരും. I'm not saying for greed, but whatever in need, you are in need of something, God will give to you. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൂടെ നിർത്തുകയാണ്. നമുക്ക് 12:15 12:15 നിർത്തിയാൽ പറഞ്ഞാൽ സിസ്റ്ററെ. പാസ്റ്റർ വന്നിട്ട് ക്ലാസ് എനിക്കൊരു എക്സ്പീരിയൻസ് ആയി. പാസ്റ്റർ പറഞ്ഞില്ലേ ആദ്യം പാവത്തെ സൗഖ്യമാക്കണേ, അത് കഴിഞ്ഞ് രോഗത്തെ സൗഖ്യമാക്കണേ. അപ്പൊ ആദ്യം പറഞ്ഞ് എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അപ്പം എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം എനിക്ക് വന്നില്ല, ടച്ചിങ് വന്നില്ല. പക്ഷെ പാസ്റ്റർ അത് കഴിഞ്ഞ് ക്ലാസ് എടുത്തു, പാവത്തെ സൗഖ്യമാക്കണം, അത് കഴിഞ്ഞ് നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കണേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ടച്ചിങ് ഉണ്ടായത്. എനിക്കത് പുതിയ ഒരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ആ ക്ലാസ് എനിക്ക് എന്നെ ഒത്തിരി. യേശുക്രിസ്തുവിന്റെ അടിപ്പണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം രോഗസൗഖ്യം മാത്രമാണ്. അതുപോലെ നമ്മളത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പറയുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ ആക്ച്വലി അതിന്റെ പുറകിൽ ആദ്യം പാവസൗഖ്യമാണ്. ആദ്യം നമ്മുടെ മാനസാന്തരം അല്ലെങ്കിൽ നമ്മുടെ രക്ഷയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. രക്ഷപ്പെട്ട് അവിടെ രക്ഷയുടെ കഴിഞ്ഞിട്ടാണ് അടുത്തതാണ് രോഗസൗഖ്യം. ആ ഒരു വചനം അതാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യേശു കാൽവറി കയറി നമുക്ക് വേണ്ടി അടിപ്പണരുകൾ കർത്താവ് അടിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ. കർത്താവിന്റെ ശരീരം മുഴുവൻ മുറിച്ചതിന് വേണ്ടിയാണല്ലോ, തകർക്കപ്പെട്ടതിന് വേണ്ടിയാണ്, നമ്മുടെ പാപം സൗഖ്യമാകാൻ വേണ്ടിയാണ്. രണ്ടാമതാണ് നമ്മുടെ രോഗം. അപ്പോഴും നമ്മൾ ഓർത്തോണം, നമുക്ക് പാപസ്വഭാവം ഉണ്ടെങ്കിൽ അന്നേരം ഈ പറഞ്ഞ വചനം പറഞ്ഞാൽ സൗഖ്യമാകും. ആ വചനം ആ പാപം നമ്മൾ വിട്ടുമാറാനിടയാവും.
രോഗസൗഖ്യം രണ്ടാമതാണ്. First is repentance, second is healing of the body. നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കി യേശുവിന്റെ കാൽവരിയിലോട്ട് നോക്കണം. 2 കള്ളന്മാർ നമ്മൾ യേശു കിടക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുക. യേശുവിന്റെ ആ മുൻഭാഗം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ട് യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു മാംസപിണ്ഡമായി കിടക്കുക. Jesus is like a ball of meat on the Calvary cross because he was beaten up. ആള് മനസ്സിലാകത്തില്ല. യേശയ്യാവ് പറഞ്ഞ ആൾ ഒരു മനുഷ്യനാന്ന് പോലും അറിയത്തില്ല. ഒരു മാംസപിണ്ഡം കിടക്കുക നമുക്ക് വേണ്ടി. He doesn't even look like a man. He is looking like a massive piece of meat. അപ്പൊ അതിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഓർത്തണം അത് നമ്മുടെ രക്ഷയാണ്. When you look at Jesus like that, that's our salvation. ദാറ്റ് ഈസ് നമ്മുടെ പാപത്തിനെ നമ്മൾ സൗഖ്യമാക്കുക അവിടെ. It's a healing of our soul. നമ്മളെ നിത്യതയ്ക്ക് കൂട്ടവകാശികളെ തീർക്കുക. That's how we become joint heirs to Jesus എന്നാൽ Christ. തിരിച്ചു കർത്താവിനെ കടത്തി നോക്കിയേ, പുറം കാണിക്കുവാണെങ്കിൽ അത് രോഗസൗഖ്യമാണ്. On the backside, that's of Jesus, that's the healing. യേശുവിന്റെ പുറകിൽ അവര് എന്താണ് ചാട്ടവാറിന്റെ അടിച്ച് മുഴുവൻ ഉഴുവുചാല് പോലെ കീറി മുറിച്ചു. They beaten up his body on his backside and it's like a plowed. അത് മുഴുവൻ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാ. That's all for the. അത് നമ്മുടെ ഇമോഷണൽ സൗഖ്യത്തിന് വേണ്ടിയാ. That's the healing of our emotions. നമ്മുടെ സോള്, നമ്മുടെ മെന്റൽ സൗഖ്യത്തിന് വേണ്ടിയാ. And mental. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആണ്. ഫ്രണ്ടും ബാക്കും അതാണ് യേശുവിന്റെ ആ ഹീലിംഗ്സ്. The front of his body, front is for our healing of our sin. Back part is for healing of our sickness. ഹല്ലേലൂയ. പറഞ്ഞല്ലോ സിസ്റ്ററെ. അപ്പൊ കർത്താവ് തൊട്ടോ സിസ്റ്റർ എന്നാ? Srini. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അതിനു മുമ്പ് എനിക്ക് ചെയ്തിട്ടും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നില്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു, പക്ഷെ വന്നില്ല. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. ഫിലിപ്പാസ്റ്റർ ഉണ്ടോ? അന്ന് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ അല്ലേ? പാസ്റ്റർ മതിയില്ലേ? ഒരു മിനിറ്റ് പാസ്റ്റർ, പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ട് ഒന്ന് മ്യൂട്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ സി 1 നമ്പർ +1248. ഒന്ന് പറയാമോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്റെ പേര് മിനി മാത്യു എന്നാണ്. ഓക്കെ. എവിടുന്ന് സിസ്റ്റർ? മിഷിഗൺ. ഓക്കെ മിഷിഗൺ. ഇത് ആദ്യമായിട്ടല്ലേ സിസ്റ്റർ വരുന്നേ? അതെ അതെ. ഓക്കെ. സിസ്റ്റർ അവിടെ വിശ്വാസിയാണോ? അവിടെ ഞാൻ കാത്തലിക്. കാത്തലിക്കാണ്. എനിക്ക് ദേവാലയത്തിലേക്കാണ്, പക്ഷെ ഞാൻ ദൈവത്തിന്റെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. കർത്താവ് മിനിസിസ്റ്റർ വേണ്ടി പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥന. കർത്താവ് മിനിസിസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ യേശുവിലോട്ട് പൂർണ്ണമായിട്ട് എത്തുവാൻ വേണ്ടി ഞങ്ങൾ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി കർത്താവെ പ്രിയമകളെ കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുവരുവാൻ, ദൈവകൃപയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കട്ടെ, കൂടുതൽ ദൈവശബ്ദം കേൾക്കട്ടെ, കൂടുതലായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനമായി ചില പരിശുദ്ധാത്മാ സഹായിക്കണം. ശബന ഹർഷം തൽക്കമന ഹസ്തിരി യേശുവിന്റെ നാമത്തിൽ. ഈ സിസ്റ്റർ ഇപ്പൊ ഇരിക്കുന്ന എന്നെ ദൈവം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സിസ്റ്റർ ഇരിക്കുന്ന ഒരു താറാവ് അടയിരിക്കുന്ന പോലെ ഇരിക്കുക. താറാവ് എന്ന് പറഞ്ഞാൽ അറിയാവോ? താറാവ് അറിയത്തില്ലേ? താറാവിനെ താറാവ് മുട്ട താറാവ് അടയിരുന്ന എന്താ സംഭവിക്കും? അതുപോലെ സിസ്റ്റർ ജീവിതം ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നത്. സിസ്റ്ററിന്റെ വിചാരം അത് മുട്ട വിരിയുന്ന വിചാരിക്കുന്നത്, പക്ഷെ അത് വിരിയത്തില്ല. അത് കോഴി ഇടുന്നെങ്കിൽ മാത്രമേ ആ താറാമുട്ട വിരിയത്തുള്ളൂ. താറാവിന് അടയിരിക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ കാണിക്കുന്ന കാര്യം പറയുന്നത്. സിസ്റ്റർ പിന്നെ ആ മുട്ട, താറാവിന്റെ മുട്ട നമ്മുടെ കീഴോട്ട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. സത്യം സിസ്റ്ററിനെ സ്വതന്ത്രമാക്കട്ടെ. ദിവസങ്ങളിൽ പുതിയ നിയമം ഒരുപാട് വായിക്കണം സിസ്റ്റർ. പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവ് എനിക്ക് പുതിയ നിയമത്തിലൂടെ യേശുവിനെ വചനം എന്നെ മനസ്സിലാക്കി തരാൻ പ്രാർത്ഥിക്കണം. നമ്മൾ ഓക്കെ സിസ്റ്റർ ആയിരിക്കുന്നിടത്തും ഓക്കെ. അവിടെ വെച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ശിശുപാലകരായി നമ്മൾ ആക്കി വെച്ചിരിക്കുക. പലയിടത്തും ഓർത്തഡോക്സിലാണെങ്കിലും യാക്കോബയിലാണെങ്കിലും കാത്തലിക്സിലാണെങ്കിലും CSAയിലാണെങ്കിലും നമ്മൾ ശിശുപാലകർ. അവിടെ ദൈവത്തിന്റെ വചനം അത് പറയാം. ശിശുപാലകർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശിശുക്കൾ. അവിടെ ശിശുപാലകർ. യേശുവിനെ അറിയാം. അവിടെ എനിക്ക് യേശുവിനെ അറിയാം. അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി വരണമെങ്കിൽ നേരെ പിന്നെ ഒരുപാട് വചനം പഠിച്ച് വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണം. നമ്മുടെ സിസ്റ്റർ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം, വചനം പഠിപ്പിക്കണം. എനിക്ക് റിയൽ ആയിട്ട് ഉള്ള കോഴിമുട്ടയിരിക്കുന്നത് പോലെ ഇരുന്ന് എനിക്ക് വിരിഞ്ഞു വരണം. എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ അനുഗ്രഹത്തിന്റെ ആഴങ്ങൾ